എല്ലാവർക്കും എയിംസ് നോർസെറ്റ് 9 MCQ സീരീസിലെ 5ാമത്തെ പാട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, എല്ലാവരും നോർസെറ്റ് 9ന്റെ നോട്ടിഫിക്കേഷൻ വായിച്ചിട്ടുണ്ടാവും. സാധാരണ എയിംസ് ഹോസ്പിറ്റൽസ് മാത്രമായിരുന്നു നോർസെറ്റിൽ പങ്കെടുത്തിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. നമ്മുടെ ഇപ്രാവശ്യത്തെ നോർസെറ്റ് 9 വന്നപ്പോൾ നമുക്ക് ഒരുപാട് വേക്കൻസീസ് ആണ്. അതായത് 3500ഓളം വേക്കൻസി എന്ന് പറയുമ്പോൾ അതിൽ 450ഓളം വേക്കൻസി ജിപ്മറിൽ നിന്നും, അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന മറ്റൊരു വലിയൊരു എക്സാമാണ് ജിപ്മർ. നമുക്ക് എക്സ്പെഷ്യലി കേരളത്തിലുള്ളവർ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന മറ്റൊരു സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട്, നല്ല സാലറിയോട് കൂടി നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വർക്കിംഗ് എൻവറോൺമെൻ്റ് ഉള്ള ഒരു ഹോസ്പിറ്റലാണ് ജിപ്മർ എന്ന് പറയുന്നത്. ആ ഒരു ഹോസ്പിറ്റലിന് കൂടെ ഈ എക്സാമിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ESIC പങ്കെടുക്കുന്നുണ്ട്. ന്യൂഡൽഹിയിൽ ESIC ഹോസ്പിറ്റലിൽ പങ്കെടുക്കുന്നുണ്ട്. 800 സംതിങ് വേക്കൻസീസ് അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതല്ലാതെ ചെറിയ റിംസ്, മറ്റു ചില സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ചേരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടും വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക. ഒരിക്കലും നിങ്ങൾ ഇതിനെ ഒരു തമാശയായിട്ടോ അല്ലെങ്കിൽ വെറുതെ പോയി എഴുതാമെന്നോ അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യരുത്. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടും നിങ്ങൾക്ക് നല്ല സാലറിയോടുകൂടി നല്ലൊരു ജോബ്, നിങ്ങൾക്ക് ഒരുപാട് എലമെൻറ്റ്സും ബെനിഫിറ്റുകളും ഒക്കെ ഉള്ള നല്ലൊരു ജോലി, ഇന്ത്യയിൽ തന്നെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതിലൂടെ അത് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ അതും എത്രയും പെട്ടെന്ന്. ഇപ്പോൾ നോർസെറ്റ് 9 എന്ന് പറയുന്ന ഈ എക്സാം എവറി ഇയർ 2 times അവർ നടത്തുന്നുണ്ട്. എന്നാൽ അതിൽ നമ്മൾ അടുത്ത ചാൻസിലോട്ട് വയ്ക്കാതെ ഈ ചാൻസിൽ തന്നെ നമുക്ക് കിട്ടത്തക്ക രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. പഠിച്ച എക്സാം കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ പഠിത്തം നിർത്തരുത്. ടിൽ വി ഗെറ്റ് എ ജോബ്, നമ്മുടെ അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടി നമ്മളവിടെ ജോയിൻ ചെയ്യുന്നത് വരെയും നമ്മുടെ പഠനം തുടർന്നുകൊണ്ടേയിരിക്കുക. സാധാരണ കുട്ടികൾക്ക് ഒരു ടെൻഡൻസിയാണ് ഒരു എക്സാം കഴിയുക, അവിടെ നിർത്തുക, പിന്നെ അടുത്തൊരു എക്സാം നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ ഒന്നും പഠിക്കത്തില്ല. അപ്പോൾ തിരിച്ച് എക്സാം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വീണ്ടും പഠനം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? എല്ലാം പഠിച്ചതെല്ലാം മറന്നുപോയിട്ടുണ്ടാവും. വീണ്ടും ഒന്നേന്ന് എല്ലാം പഠിക്കണം. അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടാകരുത്. തുടർന്ന് പഠിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ ലക്ഷ്യം ഒരു ജോലി നേടുക എന്നുള്ളതാണ്. ആ ജോലി കിട്ടുന്നവരെയും ഈ പഠനം തുടർന്നുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആകുന്ന മോസ്റ്റ് കോമൺലി ചോദിച്ചു വരുന്ന പോയിന്റുകളിൽ നിന്നുള്ള MCQs ആണ് നമ്മൾ ഈ ഒരു സീരീസിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിയുന്ന അത്രയും എല്ലാ സബ്ജക്ട്സും ഞാൻ കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 4 ക്ലാസ്സുകളിലായിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്നും നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാൻ പോവുകയാണ്. ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണുക. ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുമെങ്കിൽ അവിടെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലും ഈ വീഡിയോസൊക്കെ ഒന്ന് റെഫർ ചെയ്യുക. നിങ്ങൾ എത്രത്തോളം വീഡിയോസ് കാണുന്നു, അതിലെത്രത്തോളം റെസ്പോണ്ട് ചെയ്യുന്നു, എത്ര കമൻറ്റ്സ് ഇടുന്നു, എത്ര ലൈക്സ് ഇടുന്നു, അതൊക്കെ നമ്മുടെ ചാനലിൻ്റെ വളർച്ചയ്ക്ക് വളരെ ഉപകാരകരമായിരിക്കും. അപ്പോൾ നിങ്ങളത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ സമയം കണ്ടെത്തി നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുക്കുമ്പോൾ നിങ്ങൾ ഒരു ലൈക്കും ഒരു ഷെയറും അല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു കമൻറ്റ് ഇടാനും ഒക്കെ ഉള്ള ചുരുങ്ങിയ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ഫൈബ്രോയിഡ് ഗിവൺ ഇൻ ദ ഇമേജ്. ഇവിടെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ നോർസെറ്റ് 9ന്റെ എക്സാമിൻ്റെ പാറ്റേൺ നിങ്ങൾക്കറിയാം, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അവിടെ നിങ്ങൾക്ക് വീഡിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, വീഡിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇതുപോലെ എന്തെങ്കിലും പിക്ചറുകൾ തന്നിട്ട് അതെന്താണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ഫൈബ്രോയിഡ്. യൂട്രസിനുള്ളിൽ ഫൈബ്രോയിഡ് ഉണ്ടാകുന്ന കണ്ടീഷൻ നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച് അതിന് ഓരോ പേരുകൾ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടത് ഇവിടെയാണ് അല്ലേ? അതായത് നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കാണുന്നത്. നമ്മുടെ ക്യാവിറ്റിക്ക് ഉള്ളിലല്ല, നമ്മുടെ മയോമെട്രിയത്തിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഫൈബ്രോയിഡിന് എന്താണ് പേര് പറയുന്നത്? ഓപ്ഷൻ എ സബ്സെറോസൽ ഫൈബ്രോയിഡ്, ഓപ്ഷൻ ബി ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ്, ഓപ്ഷൻ സി സബ് മ്യൂക്കസൽ ഫൈബ്രോയിഡ്, ഓപ്ഷൻ ഡി സബ് പെരിട്ടോണിയൽ ഫൈബ്രോയിഡ്. എന്താണിത്? കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി സബ് മ്യൂക്കസൽ ഫൈബ്രോയിഡ് ആണ്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് ഞാനിവിടെ പറയാം. അപ്പോൾ ഇപ്പോൾ സബ് മ്യൂക്കസൽ ചോദിച്ചെങ്കിൽ അടുത്ത പ്രാവശ്യം അത് തന്നെ വരണമെന്നില്ല. ചിലപ്പോൾ ഇൻട്രാമ്യൂറൽ ചോദിക്കാം, അല്ലെങ്കിൽ ഇൻട്രാ ക്യാവിറ്ററി ഫൈബ്രോയിഡ് ചോദിക്കാം, അല്ലെങ്കിൽ സബ് മ്യൂക്കസൽ ചോദിക്കാം, അല്ലെങ്കിൽ സബ് സെറോസൽ ചോദിക്കാം അല്ലേ? ഇവിടെ നിങ്ങൾക്കിവിടെ നോക്കിയാൽ മനസ്സിലാകും പല ലൊക്കേഷനിൽ, അതായത് യൂട്രസിൻ്റെ പല ഭാഗങ്ങളിൽ ഈ ഒരു ഫൈബ്രോയിഡ് ഉണ്ടാകുന്നതനുസരിച്ച് അതിന് ഓരോ പേരുകളാണെന്ന് പറയുന്നത്. നമ്മുടെ മ്യൂക്കസൽ ലെയറിന് തൊട്ട് താഴെയായിട്ട് ഉണ്ടാകുകയാണെങ്കിൽ അതായത് സബ് മ്യൂക്കസൽ എന്നും, മയോമെട്രിയത്തിനുള്ളിൽ ഉണ്ടാകുന്നതിന് ഇൻട്രാമ്യൂറൽ എന്നും, ഇവിടെ സബ് സെറോസൽ എന്നും, പിന്നെ ഇവിടെ ക്യാവിറ്റിക്ക് ഉള്ളിൽ ഉണ്ടാകുന്നതിന് ഇൻട്രാ ക്യാവിറ്ററി ഫൈബ്രോയിഡ് എന്നുമാണ് പറയുന്നത്. അതല്ലാതെ യൂട്രസിന് പുറത്തായിട്ടൊരു സ്പെഷ്യലായിട്ട് ഇങ്ങനെ ഒരു പെഡങ്കുലേറ്റഡ് ആയിട്ട് കാണുകയാണെങ്കിൽ അതിനെ പെഡങ്കുലേറ്റഡ് ഫൈബ്രോയിഡ് എന്നാണ്
പറയുന്നത്. അപ്പോൾ ബാക്കി യൂട്രസിൻ്റെ പാർട്സും ഇതിൻ്റെ മറ്റു ഡിസോർഡേഴ്സൊക്കെ നിങ്ങൾക്കറിയാം. എക്ടോപിക് പ്രഗ്നൻസി, ഡെലിവറി, അതിൻ്റെ ഡയലേഷൻസ്, ഫീമെയിൽ പെൽവിസ്, അതിൻ്റെ പാർട്സുകൾ, അതിൻ്റെ ഡയമീറ്ററുകൾ, അതുപോലെ നമ്മുടെ ഫീറ്റൽ ഹെഡ്, അതിൻ്റെ ഡയമീറ്ററുകൾ, അതിൻ്റെ ഫോണ്ടനൽസ്, അത് ക്ലോസ് ചെയ്യുന്ന സമയം, ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഒരുപാട് വരാറുണ്ട്. ഒബ്സ്റ്റട്രിക്സ് കോമൺലി എപ്പോഴും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുള്ളൊരു ഏരിയ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നോക്കാം. രണ്ടാമത്തത്, ഡ്യൂറിങ് പാപ് സ്മിയർ ഫോളോയിങ് ഇൻസ്ട്രുമെൻറ്റ് ടേക്സ് ബയോപ്സി ഫ്രം, അതായത് പാപ് സ്മിയർ സ്റ്റഡി ചെയ്യുമ്പോൾ ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഇൻസ്ട്രുമെൻ്റ് എവിടെ നിന്ന് ബയോപ്സി സാമ്പിൾ കളക്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്? അതായത് പാപ് സ്മിയർ സ്റ്റഡി നമ്മൾ എന്തിനാണ്? സെർവിക്കൽ ക്യാൻസറിനാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇത് എവിടെ നിന്നായിരിക്കും സാമ്പിൾ? ഇൻറ്റേർണൽ ഓസിൽ നിന്നാണോ, വെജൈനയിൽ നിന്നാണോ, എൻഡോസെർവിക്സിൽ നിന്നാണോ, ട്രാൻസ്ഫോർമേഷൻ സോണിൽ നിന്നാണോ ബയോപ്സി സാമ്പിൾ കളക്ട് ചെയ്യുന്നത്? ഇറ്റ് ഈസ് കളക്ടിങ് ഫ്രം ഓപ്ഷൻ സി, എൻഡോസെർവിക്സ്. സെർവിക്സിൻ്റെ എൻഡോസെർവിക്സിൽ നിന്നാണ് പാപ് സ്മിയർ സ്റ്റഡിക്ക് വേണ്ട ബയോപ്സി സാമ്പിൾ അവിടെ കളക്ട് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഈ ഒരു സെർവിക്കൽ ക്യാൻസർ ഉണ്ടോ എന്നറിയാൻ വേണ്ടി. The instrument shown in this image is a endocervical brush. ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിനെ എന്താണ് പറയുന്നത്? എൻഡോസെർവിക്കൽ ബ്രഷ് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ അത് ചോദിക്കാവുന്നതാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ടേക്ക് സാമ്പിൾ ഫ്രം എൻഡോസെർവിക്സ്. എവിടെ നിന്ന് സാമ്പിൾ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്? അത് ഇതിൽ ഉപയോഗിക്കുന്നത് എൻഡോസെർവിക്സിൽ. അയേഴ്സ് സ്പാച്ചുല ടേക്ക് സാമ്പിൾ ഫ്രം ട്രാൻസ്ഫോർമേഷൻ സോൺ. If transformation zone is not given in option, answer should be marked as squamous columnar junction, and if that is also not given in then it is external os. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ പല ഓപ്ഷൻ, ഇൻറ്റേർണൽ ഓസ് ഉണ്ടായിരുന്നു, വെജൈന ഉണ്ടായിരുന്നു, എൻഡോസെർവിക്സ് ഉണ്ടായിരുന്നു, ട്രാൻസ്ഫോർമേഷൻ സോൺ ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു ഈ ഒരു എൻഡോസെർവിക്സ് ബ്രഷ് എന്ന് പറയുന്നത്, എൻഡോസെർവിക്കൽ ബ്രഷ് എന്ന് പറയുന്നത് എവിടെ നിന്ന് സാമ്പിൾ എടുക്കുന്നു എന്ന് പറഞ്ഞു? എൻഡോസെർവിക്സിൽ നിന്ന് എടുക്കുന്നു എന്ന് പറയും. എങ്കിൽ ട്രാൻസ്ഫോർമേഷൻ സോണിൽ നിന്ന് സാമ്പിൾ എടുക്കുന്നത് ഏത് ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചിട്ടാണ്? ദാറ്റ് ഈസ് അയേഴ്സ് സ്പാച്ചുല. അയേഴ്സ് സ്പാച്ചുല എന്നുള്ള ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചിട്ടാണ്, ടൂൾ ഉപയോഗിച്ചിട്ടാണ് ട്രാൻസ്ഫോർമേഷൻ സോണിൽ നിന്ന് സാമ്പിൾ കളക്ട് ചെയ്യുന്നത്. ഇനി സപ്പോസ് ട്രാൻസ്ഫോർമേഷൻ സോൺ ഇല്ല, പകരം അയേഴ്സ് സ്പാച്ചുല തന്നിട്ട് ഏത് സോണിൽ നിന്ന് എവിടെ നിന്നാണ് എടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സ്ക്വാമസ് കോളംനാർ ജംഗ്ഷൻ ആണ് ഓപ്ഷനിലുള്ളെങ്കിൽ അതെഴുതാം. അതുമില്ല എങ്കിൽ എക്സ്റ്റേണൽ ഓസ് എന്നുണ്ടെങ്കിൽ അതെഴുതാം. അപ്പോൾ എക്സ്റ്റേണൽ ഓസ് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ സോൺ അല്ലെങ്കിൽ സ്ക്വാമസ് കോളംനാർ ജംഗ്ഷൻ, ഈ ഭാഗത്തുനിന്ന് സാമ്പിൾ കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണ്? അയേഴ്സ് സ്പാച്ചുല. ഫസ്റ്റ് സാമ്പിൾ ടേക്കൺ using Ayers spatula from transformation zone and then using endocervical brush from endocervix. Both sample are put on same slide. The preservative used is 95% ethyl alcohol and 5% ether. ഇപ്പോൾ മനസ്സിലായല്ലോ നമ്മൾ എങ്ങനെയാണ് പാപ് സ്മിയറിൻ്റെ സ്റ്റഡിക്ക് സാമ്പിൾ എടുക്കുന്നത്, പാപ് സ്മിയർ ബയോപ്സി ചെയ്യാൻ സാമ്പിൾ എടുക്കുന്നത്. ആദ്യം അയേഴ്സ് സ്പാച്ചുല ഉപയോഗിച്ച് ട്രാൻസ്ഫോർമേഷൻ സോണിൽ നിന്ന് സാമ്പിൾ കളക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് എൻഡോസെർവിക്കൽ ബ്രഷ് ഉപയോഗിച്ച് എൻഡോസെർവിക്സിൽ നിന്ന് സാമ്പിൾ എടുക്കുന്നു. ഇത് രണ്ടും സെയിം സ്ലൈഡിൽ എടുക്കുന്നു. അത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി പ്രിസർവേറ്റീവ് ആയിട്ട് എന്തുപയോഗിക്കുന്നു? 95% ഈഥൈൽ ആൽക്കഹോൾ, അല്ലെങ്കിൽ അതിനൊപ്പം ചിലപ്പോൾ 5% ഈതറും യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, ഓൾ ഓഫ് ദ ഫോളോയിങ്, അതായത് നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട്, തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഈ ഒരു പാപ് സ്മിയർ സ്റ്റഡി, അതുപോലെ തന്നെ സെർവിക്കൽ ക്യാൻസർ, ഇത് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ്, ഓൾ ഓഫ് ദ ഫോളോയിങ് വാക്സിൻസ് ക്യാൻ ബി ഗിവൺ ഇൻ പ്രഗ്നൻസി എക്സെപ്റ്റ്, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോർഷൻ, ദറ്റ് ഈസ് ഇമ്മ്യൂണൈസേഷൻ. വാക്സിൻസ്, കോൾഡ് ചെയിൻ, ഇമ്മ്യൂണിറ്റി, ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി, ഇമ്മ്യൂണോഗ്ലോബുലിൻ, ഇത്രയും പോർഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് മിനിമം 1-2 ക്വസ്റ്റ്യനുകൾ മിനിമം ഈ ഒരു പോർഷനകത്തുനിന്ന് എല്ലാ എക്സാമിനും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചത് ഓൾ ഓഫ് ദ ഫോളോയിങ് വാക്സിൻസ് ക്യാൻ ബി ഗിവൺ ഇൻ പ്രഗ്നൻസി. പ്രഗ്നൻസിയിൽ കൊടുക്കാൻ പറ്റുന്ന വാക്സിൻസ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ ഒന്ന് മാത്രം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഏതാണ്? COVID-19 ആണോ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണോ, റാബീസ് ആണോ, അതോ ഫ്ലൂ വാക്സിൻ ആണോ? കറക്റ്റ് ഓപ്ഷൻ ബി, HPV വാക്സിൻ ആണ്. All live vaccines and HPV vaccine which is not live are contraindicated in pregnancy. ഓക്കെ, പ്രഗ്നൻസിയിൽ എന്തൊക്കെ വാക്സിൻസ് കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്? ഓൾ ലിവിങ് വാക്സിൻ അല്ലെങ്കിൽ ഓൾ ലൈവ് വാക്സിൻസ്, അതുപോലെ തന്നെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനും.
അത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് നോൺ ലിവിങ് ആണ്, അല്ലെങ്കിൽ കിൽഡ് വാക്സിൻ ആണ്, എന്നാൽ പോലും അതും പ്രഗ്നൻസിയിൽ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. അപ്പോൾ മറ്റൊരു കാര്യം കൂടെ ഓർക്കുക, ഇത് മാത്രമല്ല, HPV മാത്രമല്ല കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളത്, അബ്സല്യൂട്ട്ലി കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഡ്യൂറിങ് പ്രഗ്നൻസി എന്ന് പറയുന്ന വാക്സിൻസ് ഏതൊക്കെയാണ്? മംസ് വാക്സിൻ, മീസൽസ് വാക്സിൻ, റുബല്ല വാക്സിൻ, സ്മോൾ പോക്സ് വാക്സിൻ, ചിക്കൻ പോക്സ് വാക്സിൻ, BCG വാക്സിൻ. ഇത്രയും പ്രഗ്നൻസിയിൽ കൊടുക്കാൻ പാടില്ല. നെക്സ്റ്റ്, ലൈവ് അറ്റൻവേറ്റഡ് വാക്സിൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? റോം ഈസ് ദ ബെസ്റ്റ് പ്ലേസ് ടു ഗോ. ഇപ്പോൾ ന്യൂമോണിക് ആയിട്ട്, അതായത് കൃത്യമായിട്ട് നമുക്ക് ഷോർട്ട് ഫോമിൽ പഠിക്കുന്നവർക്കാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഏതൊക്കെയാണ് ലൈവ് അറ്റൻവേറ്റഡ് വാക്സിൻ എന്ന് പറയുന്നത്? റുബല്ല, ഓറൽ പൊടിച്ചാൽ, കാരണം ഇങ്ങനെ ചോദിക്കാം, താഴെ പറയുന്നത് ലൈവ് അറ്റൻവേറ്റഡ് വാക്സിൻ ഏത്, ലൈവ് അറ്റൻവേറ്റഡ് വാക്സിൻ അല്ലാത്തത് ഏത്, കിൽഡ് വാക്സിൻ ഏത് എന്ന് പറഞ്ഞ് ചോദിക്കാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ യൂസ്ഫുൾ ആകും. റുബല്ല, ഓറൽ പോളിയോ വാക്സിൻ OPV, മീസൽസ്, എപ്പിഡെമിക് ടൈഫസ്, ഇൻഫ്ലുവൻസ, മംസ്, യെല്ലോ ഫീവർ, BCG, പ്ലേഗ്, ടൈഫോയിഡ് ഓറൽ വാക്സിൻ, എവറിത്തിങ് ഈസ് ലൈവ് അറ്റൻവേറ്റഡ് വാക്സിൻ. അതിനൊരു ഷോർട്ട് ഫോം ആയിട്ട് റോം, ROME, റോം ഈസ് my best place to go. ഓക്കെ, അതായത് റോം ഈസ് മൈ ബെസ്റ്റ് പ്ലേസ് ടു ഗോ. ഇതൊരു ഷോർട്ട് ഫോമിൽ പഠിക്കാം. ആ ഷോർട്ട് ഫോം പഠിക്കുന്നതിനേക്കാളും അതിൻ്റെ വാക്സിൻസ് പഠിക്കുന്നതാണ് എളുപ്പമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ താല്പര്യമുള്ളവർ, ചില കുട്ടികളുണ്ടാവും ഇങ്ങനെ ഷോർട്ട് ഫോംസ് അന്വേഷിച്ച് നടക്കുന്നവർക്ക്, അവർക്ക് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ 29-year-old multi-gravida at 37 weeks of gestation, okay, is being treated for severe preeclampsia and has magnesium sulfate infusing at 3 gram per hour. ഓക്കെ, അപ്പോൾ 29 വയസ്സുള്ള മൾട്ടിഗ്രാവിഡ, അതായത് ആദ്യത്തെ പ്രഗ്നൻസി അല്ല, ഒന്നിൽ കൂടുതൽ പ്രഗ്നൻസി ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ 37 വീക്സ് ആണ് ഇപ്പോൾ ജസ്റ്റേഷൻ. ആ അമ്മയ്ക്ക്, പ്രഗ്നൻറ്റ് വുമണിന് സിവിയർ പ്രിയക്ലാംഷ്യ ഉണ്ട്. അപ്പോൾ അവിടെ മാനേജ്മെൻ്റ് ആയിട്ട് മെഗ്നീഷ്യം സൾഫേറ്റ് പേഷ്യൻറ്റിന് 3 gram per hour ഇൻഫ്യൂഷൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം BP കുറയ്ക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. The nurse has determined the priority nursing diagnosis is to be risk for central nervous system injury related to hypertension. ഹൈപ്പർടെൻഷൻ കൂടുതൽ കാരണം അവിടെ സെൻട്രൽ നെർവസ് സിസ്റ്റം ഇഞ്ചുറി ഉണ്ടാകാമെന്നുള്ള ഒരു റിസ്ക് അവിടെ പറഞ്ഞു. ഹൈപ്പർ ടെൻഷനും എഡിമ ഓഫ് ദ സെർബ്രവും ഉണ്ടാകുന്നത് കൊണ്ട്, ആ ഒരു ഫ്ലൂയിഡ് അവിടെ കൂടുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ കൂടുന്നത് കൊണ്ട് അവിടെ സെർബ്രൽ എഡിമ ഉണ്ടാകാം, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാം, അത് കാരണം സെൻട്രൽ നെർവസ് സിസ്റ്റം ഇഞ്ചുറി ഉണ്ടാകാമെന്ന് പറഞ്ഞു. ഇതിന് കറക്റ്റായിട്ട് നമുക്ക് നേഴ്സിന് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻ്റർവെൻഷൻ എന്താണ്? മെയിൻറ്റെയിൻ സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് അവിടെ എന്ത് ചെയ്യണം? ഓപ്ഷൻസ് A, മെയിൻറ്റെയിൻ കണ്ടിന്യൂസ് ഫീറ്റൽ മോണിറ്ററിങ് നടത്തുന്നത് കൊണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും, അമ്മയ്ക്കാണല്ലോ ഇപ്പോൾ പ്രശ്നം, കുഞ്ഞ് പ്രശ്നമുള്ളതായിട്ട് ഒന്നും ഇവിടെ സിംറ്റംസ് പറഞ്ഞില്ല. അപ്പോൾ ആ ഓപ്ഷൻ കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ സാഹചര്യത്തിൽ. സെക്കൻഡ് ഓപ്ഷൻ, എൻകറേജ് ഫാമിലി മെമ്പേഴ്സ് ടു റിമൈൻ അറ്റ് ബെഡ് സൈഡ്. അമ്മ ആ വീട്ടുകാർ നിൽക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ? ഇല്ല. ഓപ്ഷൻ C, അസസ് റിഫ്ലക്സസ്, ക്ലോണസ്, വിഷ്വൽ ഡിസ്റ്റർബൻസസ് ആൻഡ് ഹെഡേക്ക്. യെസ്, ദീസ് ആർ ദ സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് എമർജൻസീസ്. അതായത് നമ്മുടെ പേഷ്യൻ്റെ കൺഫ്യൂഷൻസും സെൻട്രൽ നെർവസ് സിസ്റ്റം ഇഞ്ചുറീസും ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ ക്രോണിക് സിംറ്റംസിൻ്റെ ഒരു തുടക്കം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇനിഷ്യൽ സിംറ്റംസ് ആയിട്ട് നമുക്ക് റിഫ്ലക്സസിലൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകാം, പേഷ്യൻറ്റിന് ഹെഡേക്കും വിഷ്വൽ ഡിസ്റ്റർബൻസസും ഒക്കെ ഉണ്ടാകാം. സോ അത് ചാൻസ് ഉണ്ട്. എന്നാൽ നാലാമത്തെ ഓപ്ഷൻ കൂടി നോക്കാം. ഓപ്ഷൻ D, മോണിറ്റർ മെറ്റേണൽ ലിവർ സ്റ്റഡീസ് എവറി 4 hours. ഓരോ 4 മണിക്കൂർ കൂടുമ്പോൾ ലിവർ സ്റ്റഡീസ് എന്തിനാണ് ഇവിടെ നോക്കുന്നത്? പേഷ്യൻ്റ് ലിവർ സ്റ്റഡീസ് നോക്കണം, പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അതല്ല പ്രയോറിറ്റി വരുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ C, അസസ് റിഫ്ലക്സസ്, ക്ലോണസ്, വിഷ്വൽ ഡിസ്റ്റർബൻസസ് ആൻഡ് ഹെഡേക്ക്. അപ്പോൾ ഇവിടെ ഹൈപ്പർ മെഗ്നീഷീമിയ ഉള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അവിടെ എന്തൊക്കെ സിംറ്റംസ് ആയിരിക്കും ഡെവലപ്പ് ചെയ്തത്? അതായത് നമ്മുടെ മഗ്നീഷ്യം സൾഫേറ്റ് 3 gram വെച്ച് പോകുന്നുണ്ട് പേഷ്യൻറ്റിന് ഓരോ അവറിലും. അങ്ങനെയാണെങ്കിൽ ഹൈപ്പർ മഗ്നീഷീമിയ ഉണ്ടാകാം, അല്ലെ, മഗ്നീഷ്യത്തിൻ്റെ അളവ് അവിടെ കൂടാം. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ സിംറ്റംസ് ഉണ്ടാകും? ഹെഡേക്ക് ഉണ്ടാകാം, ഡിസിനസ് ഉണ്ടാകാം, ഡ്രൗസിനെസ് ഉണ്ടാകാം, കൺഫ്യൂഷൻ ഉണ്ടാകാം, റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ടാകാം, നോസിയ, വോമിറ്റിംഗ്, കോൺസ്റ്റിപ്പേഷൻ, ഇലിയസ്. നെക്സ്റ്റ്, വീക്ക്നെസ്, ലോസ് ഓഫ് റിഫ്ലക്സസ്, പാരാലിസിസ്, യൂറിനറി ബ്ലാഡറിൽ യൂറിനറി റിട്ടൻഷൻ ഉണ്ടാകാം, വാസോഡൈലേഷൻ ഉണ്ടാകാം, ഫേഷ്യൽ ഫ്ലഷിംഗ് ഉണ്ടാകാം, ഹൈപ്പോടെൻഷൻ ഉണ്ടാകാം, ബ്രാഡികാർഡിയ ഉണ്ടാകാം, AV ബ്ലോക്ക് ഉണ്ടാകാം, സിസ്റ്റോൾ ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള സിംറ്റംസ്. അതുകൊണ്ട് നമ്മൾ ആ സിംറ്റംസ് എന്ത് ചെയ്യുക? ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ മാനേജ്മെൻറ്റ്. നെക്സ്റ്റ്, 5th ക്വസ്റ്റ്യൻ, ദ നഴ്സ് ഷുഡ് ഡു വിച്ച് ഓഫ് ദ ഫോളോവിങ് ആക്ഷൻസ്? ഫസ്റ്റ്,
when admitting a multi-gravida client 36 weeks gestation with a probable diagnosis of abrasio placenta. Abrasio placenta, it's very very important. എന്തായിരിക്കും ഒരു 36 ആഴ്ചയുള്ള ജസ്റ്റേഷണൽ പീരീഡുള്ള മൾട്ടി ഗ്രാവിഡയിലുള്ള ഒരു പേഷ്യൻ്റ് അബ്രഷ്യ പ്ലാസൻ്റെയായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മെയിനായിട്ടുള്ള ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ഡയഗ്നോസിസ് എന്തായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു അബ്രഷ്യ പ്ലാസൻ്റെയുള്ള പേഷ്യൻറ്റിന് ഫസ്റ്റ് നമ്മൾ പ്രയോറിറ്റി എന്തായിരിക്കും കൊടുക്കുന്നത്? ഓപ്ഷൻ എ, പ്രിപ്പയർ ദ ക്ലയൻറ്റ് ഫോർ വെജൈനൽ എക്സാമിനേഷൻ. ഓപ്ഷൻ ബി, ഒബ്റ്റെയിൻ എ ബ്രീഫ് ഹിസ്റ്ററി ഫ്രം ദ ക്ലയൻറ്റ്. ഓപ്ഷൻ സി, ഇൻസേർട്ട് എ ലാർജ് ഗോജ് ഇൻട്രാവീനസ് കത്തീറ്റർ. ഓപ്ഷൻ ഡി, പ്രിപ്പയർ ദ ക്ലയൻറ്റ് ഫോർ അൾട്രാസൗണ്ട് സ്കാൻ. അപ്പോൾ ഇവിടെ അബ്രഷ്യോ പ്ലാസൻ്റ ഉള്ള പേഷ്യൻസിന് എന്തായിരിക്കും മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത്? ബ്ലീഡിങ് ആയിരിക്കും അല്ലേ? വെജൈനൽ ബ്ലീഡിങ് വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ ഫ്ലൂയിഡ് ലോസ് അവിടെ ഉണ്ടാകും അല്ലേ? അതുപോലെ സർക്കുലേറ്ററി വോളിയം അവിടെ ഡെഫിസിറ്റ് ഉണ്ടാകും, ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റ് ഉണ്ടാകാം. അങ്ങനെ വരുമ്പോൾ നമ്മളവിടെ ഏറ്റവും പ്രയോറിറ്റി എന്താ, വെജൈനൽ എക്സാമിനേഷനോ പഴയ ഹിസ്റ്ററിക്കോ അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാനിനോ അല്ല അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ഇമ്മീഡിയറ്റ് മാനേജ്മെൻ്റ് ആയിട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യണം, അവിടെ ലാർജ് വോളിയം ഫ്ലൂയിഡ് റീപ്ലേസ് ചെയ്യേണ്ടി വരും. സോ വി ഹാവ് ടു ഇൻസേർട്ട് എ ലാർജ് ഗോജ് ഇൻട്രാവീനിയസ് കത്തീറ്റർ ഓർ IV കാനുല. അപ്പോൾ ഇതാണ് അടുത്ത ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. അബ്രഷ്യോ പ്ലാസൻ്റ എന്ന് പറയുന്നത് ഇതൊരു മെഡിക്കൽ എമർജൻസി ആണ്. അവിടെ എക്സസ് ബ്ലീഡിംഗ് ഉണ്ടായിട്ട് എന്തുണ്ടാകാം? ഹൈപ്പോവോളിമിക് ഷോക്ക് ഉണ്ടാകാം. ഓൺ അഡ്മിഷൻ ദ നഴ്സ് ഷുഡ് പ്ലാൻ ടു ഫസ്റ്റ് ഇൻസേർട്ട് എ ലാർജ് ഗോജ് ഇൻട്രാവീനിയസ് കത്തീറ്റർ ഫോർ ഫ്ലൂയിഡ് റീപ്ലേസ്മെൻറ്റ് ആൻഡ് പ്രൊവൈഡ് ഓക്സിജൻ ബൈ മാസ്ക് ടു ഡിക്രീസ് ഫീറ്റൽ അനോക്സിയ. കാരണം ഓക്സിജൻ നമ്മുടെ കുഞ്ഞിന് കിട്ടുന്ന ഓക്സിജൻ്റെ അളവ് കുറയാതിരിക്കാൻ, ബ്ലഡ് ലോസ് കൂടിക്കഴിഞ്ഞാൽ കുഞ്ഞിന് ഓക്സിജൻ കുറയും. അങ്ങനെ കുഞ്ഞിന് ഓക്സിജൻ അളവ് കുറയാതിരിക്കാൻ, ഫീറ്റൽ അനോക്സിയ വരാതിരിക്കാൻ ഫ്ലൂയിഡ് റീപ്ലേസ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മളവിടെ എന്ത് ചെയ്യണം, ഓക്സിജനും മാസ്ക് വഴി കൊടുക്കണം. നെക്സ്റ്റ്, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അബ്രഷ്യോ പ്ലാസൻ്റെക്കുറിച്ചും അതിൻ്റെ ടൈപ്സിനെ കുറിച്ചൊക്കെ അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്കിത് നോക്കാം. അബ്രഷ്യോ പ്ലാസൻ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമ്മുടെ ഏർലി എന്താ പറയുക, ഇറ്റ്സ് ഓൺ എ ഫോം ഓഫ് ആൻറ്റിപാർട്ടൽ ഹെമറേജ് വെർ ദ ബ്ലീഡിംഗ് ഒക്കേഴ്സ് ഡ്യൂ ടു premature separation of normally situated placenta. പ്ലാസൻ്റ പ്രീവിയയും അബ്രഷ്യ പ്ലാസൻ്റയും തമ്മിൽ കൺഫ്യൂഷൻ ആകരുത്. പ്ലാസൻ്റ പ്രീവിയ മീൻസ് അവിടെ പ്ലാസൻ്റ ലൊക്കേറ്റ് ചെയ്യേണ്ട സ്ഥാനത്തല്ല ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ലോവർ പോർഷനിൽ, സെർവിക്സിൻ്റെ പോർഷനിലൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഓസിൻ്റെ ഭാഗത്തൊക്കെ ആയിരിക്കാം പ്ലാസൻ്റ ലൊക്കേറ്റ് ചെയ്തത്, പ്ലാസൻ്റ പ്രീവിയ. എന്നാൽ ഇവിടെ പ്ലാസൻ്റ ഓൾറെഡി കറക്റ്റ് പൊസിഷനിൽ തന്നെയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ പ്ലാസൻ്റ എന്ത് ചെയ്തു, ഏർലി സെപ്പറേഷൻ, അവിടെ യൂട്രൈൻ വാളിൽ നിന്നും എന്ത് ചെയ്തു, ഏർലി സെപ്പറേഷൻ ഉണ്ടായി. ഇവിടെ സെപ്പറേറ്റ് മാറി വന്നു, ഇവിടെ കൊണ്ട് സെപ്പറേറ്റ് ആയി വരികയാണ്. ആക്ച്വലി ഇത് എപ്പോഴാണ് കറക്റ്റായിട്ട് സെപ്പറേറ്റ് ചെയ്യേണ്ടത്? ഡെലിവറി കഴിഞ്ഞ് അമ്മ കുഞ്ഞിനെ ഡെലിവർ ചെയ്തതിന് ശേഷമാണ് പ്ലാസൻ്റ യൂട്രൈൻ വാളിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് വരേണ്ടത്. അപ്പോൾ ഇത് ഏർലി, കുഞ്ഞിൻ്റെ ആ ജനനത്തിന് മുന്നേ തന്നെ, ഡെലിവറിക്ക് മുന്നേ തന്നെ സെപ്പറേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അബ്രഷ്യോ പ്ലാസൻ്റ എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ പ്ലാസൻ്റ ഇവിടെ നിന്ന് സെപ്പറേറ്റ് ആകുമ്പോൾ ഡെഫിനറ്റ്ലി അവിടെ എന്തുണ്ടാകും, ബ്ലഡ് വെസൽസ് ഉണ്ട്, അത് ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട്, അവിടെ എന്ത് ചെയ്യുന്നു, ബ്ലീഡിങ് ഉണ്ടാകുന്നു, ഇങ്ങനെ വെജൈനൽ ബ്ലീഡിങ് ഉണ്ടാകുന്നു. ഇത് പ്രൊഫ്യൂസ് ബ്ലീഡിങ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകാം. ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റ് ഉണ്ടാകാം, കുഞ്ഞിന് ഫീറ്റൽ ഡിസ്ട്രസ് ഉണ്ടാകാം, കുഞ്ഞ് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാൻ അല്ലെങ്കിൽ കുഞ്ഞ് മരണപ്പെട്ടു പോകാനൊക്കെ ചാൻസ് ഉള്ള ഒരു കോംപ്ലിക്കേഷനാണ് ഈ അബ്രഷ്യോ പ്ലാസൻ്റ എന്ന് പറയുന്നത്. ഇത് തന്നെ പല ടൈപ്പ് ഉണ്ട്. കൺസീൽഡ് ടൈപ്പ് ഉണ്ട്, റിവീൽഡ് ടൈപ്പ് ഉണ്ട്, മാർജിനൽ ടൈപ്പ് ഉണ്ട്, പ്രീ പ്ലാസൻ്റൽ ടൈപ്പ്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് ഞാൻ ദത്ത ടെക്സ്റ്റ് ബുക്ക് ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. റിവീൽഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ കൺസീൽഡ് ടൈപ്പ്, അവർ തമ്മിലുള്ള ഡിഫറൻസ്, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ അതിൻ്റെ സിംറ്റംസ് വെച്ചിട്ട് ഇത് ഏത് ടൈപ്പ് അബ്രഷ്യോ പ്ലാസൻ്റയാണ് എന്ന് വേണമെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാം. നെക്സ്റ്റ്, അടുത്ത ഇത് പറഞ്ഞ സ്ഥിതിക്ക് പ്ലാസൻ്റ പ്രീവിയ കൂടെ ഞാനിവിടെ കൊടുത്തുന്നേ ഉള്ളൂ. എന്താണ് പ്ലാസൻ്റ പ്രീവിയ എന്ന് പറയുന്നത്? അബ്നോർമൽ ലൊക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് പ്ലാസൻ്റയാണ് പ്ലാസൻ്റ പ്രീവിയ എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ബി ഇൻ ദ ലോവർ ക്വാഡ്രന്റ് ഓഫ് യൂട്രസ്, അതാണ് പ്ലാസൻ്റ പ്രീവിയ. അത് തന്നെ അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം അനുസരിച്ച് അതിന് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4 എന്ന് പറഞ്ഞിട്ടുണ്ട്. ടൈപ്പ് 1 ലോ ലയിങ് ആണ്, ടൈപ്പ് 2 മാർജിനൽ ആണ്. അതായത് ഇവിടെ കാണാം നിങ്ങൾക്ക്, ഇത് ടൈപ്പ് 1 ആണ്, ഇത് ടൈപ്പ് 2 ആണ്, ഇത് ടൈപ്പ് 3 ആണ്, ഇത് ടൈപ്പ് 4 ആണ്. അതായത് നമ്മുടെ സെർവിക്സിൻ്റെ ഇൻറ്റേർണൽ ഓസ് എത്രത്തോളം ഇത് കാരണം ക്ലോസ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നമ്മളവിടെ ടൈപ്പ് 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ എന്ന് പറയുന്നത്. 1
മൈനർ പ്രോബ്ലംസേ ഉള്ളൂ. 2 ആകുമ്പോൾ കുറച്ചുകൂടി സിവിയാരിറ്റി കൂടുന്നു, 3 ആകുമ്പോൾ കുറച്ചുകൂടി സിവിയർ ആവുന്നു, 4 ആകുമ്പോൾ കംപ്ലീറ്റ്ലി അവിടെ ഇൻറ്റേർണൽ ഓസ് അവിടെ കംപ്ലീറ്റ്ലി കവർ ചെയ്ത് വരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 4 ടൈപ്പ് പ്ലാസൻറ്റ പ്രീവിയ ഉണ്ട്, അതും അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ. The nurse is assessing fetal position for 32-year-old client in her 8th month of pregnancy. As shown below, the fetal position can be described as which of the following? ഇത് ഏത് കറക്റ്റ് പൊസിഷൻ? ഇങ്ങനെയാണ് പെൽവിസിൽ, അമ്മയുടെ പെൽവിസിൽ കുഞ്ഞിൻ്റെ തല ഇങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതിനെ എന്ത് പൊസിഷൻ എന്ന് പറയും? ലെഫ്റ്റ് ഒസിപ്പിറ്റൽ ട്രാൻസ്വേഴ്സ് എന്ന് പറയുമോ, അതോ ലെഫ്റ്റ് ഒസിപ്പിറ്റൽ ആൻറ്റീരിയർ എന്ന് പറയുമോ, റൈറ്റ് ഒസിപ്പിറ്റൽ ട്രാൻസ്വേഴ്സ് എന്ന് പറയുമോ, അതോ റൈറ്റ് ഒസിപ്പിറ്റൽ ആൻറ്റീരിയർ എന്ന് പറയുമോ? ഓക്കെ, ഇതിപ്പോൾ കറക്റ്റാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. കുഞ്ഞിവിടെ കറക്റ്റ് ട്രാൻസ്വേഴ്സ് പൊസിഷനിലാണ് നിൽക്കുന്നത് അല്ലേ. അതായത് കുഞ്ഞിവിടെ ആൻറ്റീരിയർ പോസ്റ്റീരിയറുമല്ല, കറക്റ്റ് ഇങ്ങനെ ട്രാൻസ്വേഴ്സിലാണ് കുഞ്ഞിൻ്റെ ഹെഡ് കാണുന്നത്. അപ്പോൾ നമ്മൾ ട്രാൻസ്വേഴ്സ് ആണോ, ഏത് ഭാഗമാണ്, ആൻറ്റീരിയർ ആണോ പോസ്റ്റീരിയർ ആണോ ട്രാൻസ്വേഴ്സ് ആണോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ ഈ ഒരു പൊസിഷൻ ഇത് വേർഡ് കിട്ടും. ആൻറ്റീരിയർ ആണോ ട്രാൻസ്വേഴ്സ് ആണോ എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് ട്രാൻസ്വേഴ്സ് ആണെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ 2 ഓപ്ഷൻസേ ഉള്ളൂ. ഈ 2 ഓപ്ഷൻസ് നമുക്ക് അവിടെ കട്ട് ചെയ്യാം. ഇനി നമുക്ക് നോക്കേണ്ടത് ലെഫ്റ്റ് ഓസിപ്പിറ്റലാണോ റൈറ്റ് ഓസിപ്പിറ്റലാണോ? കുഞ്ഞിൻ്റെ ഓസിപ്പിറ്റൽ ബോൺ അമ്മയുടെ ലെഫ്റ്റ് സൈഡാണോ അതോ റൈറ്റ് സൈഡാണോ? അമ്മയുടെ ലെഫ്റ്റ് സൈഡാണ്. ഇതാണ് അമ്മയുടെ ലെഫ്റ്റ് സൈഡ്. ഇത് ഫ്രണ്ട് പ്യൂബിക് ബോണാണ്, സിംഫൈസിസ് പ്യൂബിസ് ഇവിടെയാണ് വരുന്നത്. ഇത് അമ്മയുടെ ലെഫ്റ്റ് സൈഡാണ്, ഇത് റൈറ്റ് സൈഡാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ ഓസിപ്പിറ്റൽ ബോണ് ലെഫ്റ്റ് സൈഡ് വന്ന സ്ഥിതിക്ക് ഇതെന്ത് പറയുന്നു? ലെഫ്റ്റ് ഓസിപ്പിറ്റൽ ട്രാൻസ്വേഴ്സ് എന്ന് പറയുന്നു. സോ കറക്റ്റ് ഓപ്ഷൻ എ, ലെഫ്റ്റ് ഓസിപ്പിറ്റൽ transverse. Option A, in left occipital transverse line, the occiput faces the woman's left hip. Okay. Next, 7th question. A 31-year-old multi-gravida client at a 39 weeks gestation admitted to the hospital in active labor. അതായത് അവിടെ പെയിൻ തുടങ്ങി, ആ ഒരു കൺട്രാക്ഷൻസ് ഒക്കെ തുടങ്ങി ആക്റ്റീവ് ലേബർ ആയിട്ട് ലേബർ സിറ്റുവേഷനിലാണ് അമ്മയെ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്. ഈസ് റിസീവിങ് ഇൻട്രാവീനസ് ലാക്ടേറ്റഡ് റിങ്ങേഴ്സ് സൊല്യൂഷൻ, RL പേഷ്യൻറ്റിന് പോകുന്നുണ്ട്. ആൻഡ് കണ്ടിന്യൂസ് എപ്പിഡ്യൂറൽ അനസ്തറ്റിക്, അതായത് എന്ത് ചെയ്യുന്നു, എപ്പിഡ്യൂറലി അനസ്തീഷ്യ അല്ലെങ്കിൽ അനസ്തറ്റിക് ഏജൻസും കൊടുക്കുന്നുണ്ട്. ഡ്യൂറിങ് ദ ഫസ്റ്റ് അവർ ആഫ്റ്റർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് അനസ്തറ്റിക്, ദ നഴ്സ് ഷുഡ് മോണിറ്റർ ദ ക്ലയൻറ്റ് ഫോർ 1 മണിക്കൂർ അല്ലെങ്കിൽ ആദ്യത്തെ 1 മണിക്കൂർ കഴിഞ്ഞ് അനസ്തറ്റിക് അല്ലെങ്കിൽ അനസ്തീഷ്യ കൊടുത്തു കഴിഞ്ഞ് ആദ്യത്തെ 1 മണിക്കൂർ കഴിയുമ്പോൾ എന്ത് റിസ്ക് ആണ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം, അപ്പോൾ അവിടെ എന്താണ് നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു 1 മണിക്കൂറും അരമണിക്കൂർ ഒന്നും പറയേണ്ട കാര്യമില്ല. അനസ്തീഷ്യ കൊടുത്തു കഴിഞ്ഞാൽ, എപ്പിഡ്യൂറൽ അനസ്തീഷ്യ കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യൻസ്, ഏത് തരം അനസ്തീഷ്യ ആയാലും പേഷ്യൻസിന് അവിടെ എന്ത് റിസ്ക് ഉണ്ടാകും? അവിടെ ഹൈപ്പോ ടെൻഷനുള്ള റിസ്ക് ഉണ്ട്. സോ ഇവിടെ കറക്റ്റ് നമുക്ക് ഓപ്ഷൻസ് ആദ്യം തന്നെ കണ്ടുപിടിക്കാം. ഓപ്ഷൻ എ ഹൈപ്പോ ടെൻഷനാണ്. ഡയഫോറിസിസോ ഹെഡ് ഏക്കോ ട്രമേഴ്സോ ഒന്നുമല്ല. അവിടെ ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത് ഹൈപ്പോ ടെൻഷനാണ്. So correct option A. When a client receive an epidural anesthetic, sympathetic nerves are blocked along with the pain nerves, possibly developing in vasodilation. Okay, sympathetic nerves stimulate ചെയ്യുന്നു, അവിടെ vasodilation ഉണ്ടാകുന്നു. ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫലമായിട്ട് ഹൈപ്പോ ടെൻഷൻ അവിടെ ഉണ്ടാകും. ബാക്കി ഡയഫോർസിസും ട്രമേഴ്സും ഒന്നും അങ്ങനെ അധികം ഉണ്ടാകാറില്ല. ഒരു ഹെഡേക്ക് ഉണ്ടാകാറുണ്ട്, ചിലപ്പോൾ കോമൺ ആയിട്ട് ഉണ്ടാകുന്നു, പല ഡ്രഗ്സിനും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അനസ്തീഷ്യയിൽ അവിടെ ഹെഡേക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല, കാരണം പേഷ്യൻ്റ് ഫുള്ളി റിലാക്സ്ഡ് ആയിട്ടുണ്ടാവും, അവിടെ ഹെഡേക്ക് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. സോ മോസ്റ്റ് കോമൺ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ഹൈപ്പോ ടെൻഷനാണ്. നെക്സ്റ്റ് ഇവിടെ നോക്കൂ, ജനറൽ അനസ്തീഷ്യയുടെ കോമൺ കോംപ്ലിക്കേഷൻ, പൊട്ടൻഷ്യൽ കോംപ്ലിക്കേഷൻസ്, GA കൊടുക്കുമ്പോൾ പേഷ്യൻ്റ് ഉണ്ടാകാവുന്ന കോമൺ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഓവർഡോസ് ഉണ്ടാകാം, അൺറിക്കഗ്നൈസ്ഡ് ഹൈപ്പോ വെന്റിലേഷൻ സംഭവിക്കാം, കോംപ്ലിക്കേഷൻ ഇൻറ്റുബേറ്റ് ചെയ്യുന്നതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം, അനഫ്ലാക്സിസ് ഉണ്ടാകാം, ഹൈപ്പോതെർമിയ ഉണ്ടാകാം, ബ്ലഡ് ടെമ്പറേച്ചർ കുറഞ്ഞു പോകാം, അതുപോലെ ഇഞ്ചുറി റൈൽസ് ട്യൂബ് പൊസിഷനിങ്ങിൻ്റെയും ബേൺസിൻ്റെ ഫലമായിട്ട് അവിടെ റൈൽസ് ട്യൂബ് പൊസിഷൻ്റെ ഒരു ഇഞ്ചുറിയൊക്കെ അവിടെ ഉണ്ടാകാം. ചിലപ്പോൾ മാലിഗ്നൻ്റ് ഹൈപ്പർ തെർമിയയും GAയിൽ കോംപ്ലിക്കേഷനായിട്ട് ഉണ്ടാകാറുണ്ട്. നെക്സ്റ്റ് സ്പൈനൽ അനസ്തീഷ്യയുടെ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോ ടെൻഷൻ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എപ്പിഡ്യൂറൽ അനസ്തീഷ്യ അല്ലെങ്കിൽ സ്പൈനൽ അനസ്തീഷ്യ, ഹൈപ്പോ ടെൻഷൻ, ബ്രാഡികാർഡിയ, യൂറിൻ റിറ്റൻഷൻ, പോസ്ചറൽ പഞ്ചർ ഹെഡേക്ക്, പിന്നെ ബാക്ക് പെയിൻ, ഇതൊക്കെയാണ് കൂടുതലുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫീച്ചർ ഓഫ് ഡയബറ്റീസ് മെൽറ്റസ് ഇൻ പ്രഗ്നൻസി. ഓപ്ഷൻസ് പറയുന്നത് ഹൈഡ്രോമ്യൂസ് ആണോ
അതോ ഇൻക്രീസ്ഡ് കൺജനിറ്റൽ ഡിഫക്റ്റ് ആണോ, പോസ്റ്റ് പാർട്ടം ഹെമറേജ് ആണോ, നിയോനെറ്റൽ ഹൈപ്പർഗ്ലൈസീമിയ ആണോ? അപ്പോൾ ഇതല്ല ഓപ്ഷൻസ്, ഇത് കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഓപ്ഷൻസ് പറയുന്നത് ഇതിൽ ഹൈഡ്രോമ്നിയോസും ഇൻക്രീസ്ഡ് കൺജനിറ്റൽ ഡിഫക്റ്റും പോസ്റ്റ് പാർട്ടം ഹെമറേജുമാണോ, അതോ ഹൈഡ്രോമ്നിയോസും പോസ്റ്റ് പാർട്ടം ഹെമറേജും മാത്രമാണോ, അതോ ഇൻക്രീസ്ഡ് കൺജനിറ്റൽ ഡിഫക്റ്റും നിയോനെറ്റൽ ഹൈപ്പർഗ്ലൈസീമിയുമാണോ, അതോ ഈ പറയുന്ന എല്ലാം ഹൈഡ്രോമ്നിയോസും കൺജനിറ്റൽ ഡിഫക്റ്റും PPH-ഉം നിയോനെറ്റൽ ഹൈപ്പർഗ്ലൈസീമിയയും ഇത് എല്ലാം പേഷ്യൻസിന് ഉണ്ടാകാറുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്തായിരിക്കും? ഡയബറ്റീസ് മെലിറ്റസ് ഉള്ള പേഷ്യൻസിന് ഇതെല്ലാം ഉണ്ടാകാറുണ്ടോ? അതായത് അമ്മയ്ക്ക് പോളിഹൈഡ്രോമിനിയ ഉണ്ടാകുമോ? ഉണ്ടാകും. ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൺജനിറ്റൽ ഡിഫക്റ്റ് ഉണ്ടാകാമോ? ഉണ്ടാകും. PPH ഉണ്ടാകാമോ? ഉണ്ടാകും. നമ്മുടെ പോസ്റ്റ്മോർട്ടം ഹെമറേജ് ഉണ്ടാകും. എന്നാൽ ഈ അമ്മമാർക്ക് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അതിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് യൂഷ്വലി എന്താണ് കോംപ്ലിക്കേഷൻ ആയിട്ട് വരാറുള്ളത്? നിയോനേറ്റൽ ഹൈപ്പോഗ്ലൈസീമിയ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, നോട്ട് ഇറ്റ് ഡൗൺ. നിയോനേറ്റൽ ഹൈപ്പോഗ്ലൈസീമിയാണ് ഉണ്ടാകുന്നത്. അമ്മമാർക്ക് ഷുഗർ കൂടുതലായിരുന്നാൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഷുഗർ കുറഞ്ഞു പോകാനെന്നുള്ള കോംപ്ലിക്കേഷനാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെറ്റേണൽ ഹൈപ്പർഗ്ലൈസീമിയ ലീഡ്സ് ടു ഫീറ്റൽ ഹൈപ്പർഗ്ലൈസീമിയ. അതായത് അമ്മയ്ക്ക് ഹൈപ്പർഗ്ലൈസീമിയ ഉണ്ടാകും, കുഞ്ഞിലെ ഹൈപ്പർഗ്ലൈസീമിയ ഉണ്ടാകും. പക്ഷേ എന്നാൽ അവിടെ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ അവിടെ എന്ത് ചെയ്യും? നിയോനെറ്റൽ ഹൈപ്പോഗ്ലൈസീമിയാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് എന്താ, അമ്മയ്ക്ക് പോളിയൂറിയ ഉണ്ടാകും, പോളിഹൈഡ്രോമിനിയസ് ഉണ്ടാകും, എക്സസീവ് യൂട്രൈൻ എൻലാർജ്മെൻ്റ് ഉണ്ടാകും. അതുപോലെ PPH ചിലപ്പോൾ അതിൻ്റെ അറ്റോണിക് ആയിട്ടുള്ള ഈ PPH ബ്ലീഡിങ് ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് യൂട്രൈൻ ടാക്കിസിസ്റ്റോൾ ഈസ് ഡിഫൈൻഡ് ആസ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. യൂട്രൈൻ കൺട്രാക്ഷനിൽ നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണിത്. യൂട്രൈൻ ടാക്കിസിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ടാക്കി മീൻസ് നമുക്കറിയാം ഇൻക്രീസ്ഡ് അല്ലേ? അതിൻ്റെ അർത്ഥം സിസ്റ്റോൾ, ടാക്കിസിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ കൺട്രാക്ഷൻ എത്രയിൽ കൂടുതലാകുമ്പോഴാണ് ഇത് പറയുന്നത്? മോർ ദാൻ 5 കൺട്രാക്ഷൻ ഇൻ എ 5 minute പീരീഡ്, more than 5 contraction in 10 minute period, more than 10 contraction in 5 minutes period, more than 10 contraction in 10 minutes period. Correct option B, more than 5 contraction in a 10 minute period. 10 മിനിറ്റിൽ 5 കൺട്രാക്ഷനിൽ കൂടുതലാണെങ്കിൽ അതിന് എന്ത് പറയുന്നു? അതിനെ മോർ ദാൻ 5 കൺട്രാക്ഷൻ 10 മിനിറ്റ് പീരീഡിനെ ടാക്കിസിസ്റ്റോൾ എന്നാണ് പറയുന്നത്. ഇവിടെ നോക്കൂ, യൂട്രൈൻ ടാക്കിസിസ്റ്റോൾ ഈസ് ഡിഫൈൻഡ് ആസ് more than or equal to 5 contractions in a 10-minute period. It should always be qualified by the presence or absence of fetal heart rate abnormalities. It is caused by pharmacological agents used for cervical ripening and induction such as misoprostol. ഓറലിയോ വെജൈനലിയോ കൊടുത്ത മിസോപ്രസ്റ്റോളോ സെർവിക്കൽ റൈപ്പനിങ് സഹായിച്ച ഏജൻസോ എന്തെങ്കിലും ആയിരിക്കാം ഇതിന് കാരണം. അപ്പോൾ ഇത് ചിലപ്പോൾ പ്ലാസൻ്റൽ അബ്രഷ്യോ പ്ലാസൻ്റയുമായിട്ട് റിലേറ്റഡ് ആയിട്ടും വരാം. അപ്പോൾ എന്താണ് ടാക്കിസിസ്റ്റോൾ? മോർ ദാൻ 5 കൺട്രാക്ഷൻ പെർ 10 മിനിറ്റ് ആണെങ്കിൽ അതിനെ ടാക്കിസിസ്റ്റോൾ എന്ന് പറയുന്നു. ഹൈപ്പർടോണസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സസീവ് യൂട്രൈൻ കൺട്രാക്ഷൻ ലാസ്റ്റിംഗ് more than 120 seconds without fetal heart rate changes. ഫീറ്റസിൻ്റെ ഹാർട്ട് റേറ്റിൽ ഒരു ചേഞ്ചസും ഇല്ലാതെ തന്നെ യൂട്രൈൻ കൺട്രാക്ഷൻ 120 സെക്കൻഡോളം എന്ത് ചെയ്യുന്നു? അതായത് 2 മിനിറ്റിനോളം എന്ത് ചെയ്യുന്നു? കൺട്രാക്ഷൻ അവിടെ കൂടുതലായിരിക്കുന്നു. ഇതിനെയാണ് ഹൈപ്പർടോണസ് എന്ന് പറയുന്നത്. എക്സസീവ് യൂട്രൈൻ കൺട്രാക്ഷൻസ് വിത്ത് അബ്നോർമൽ ഫീറ്റൽ ഹാർട്ട് റേറ്റ് ആണെങ്കിൽ, അതായത് ടാക്കിസിസ്റ്റോളും ഹൈപ്പർടോണസും രണ്ടും ഒരുമിച്ച് വന്നാൽ അതിനെ ഹൈപ്പർ സ്റ്റിമുലേഷൻ എന്നാണ് പറയുന്നത്. ഈ 3 വേർഡും ചോദിക്കാവുന്നതാണ്. ടാക്കിസിസ്റ്റോൾ 30 മിനിറ്റിൽ അവിടെ 30 മിനിറ്റിൽ കൂടുതൽ, ഓരോ 10 മിനിറ്റിലും 5 കൺട്രാക്ഷനിൽ കൂടുതൽ ഉണ്ടാകുന്നു. അവിടെ ഫീറ്റൽ ഹാർട്ട് ചേഞ്ചസ് ഒന്നും ഉണ്ടാകുന്നില്ല ടാക്കിസിസ്റ്റോൾ. ഇനി 120 സെക്കൻഡോളം സമയം ഫീറ്റൽ ഹാർട്ട് റേറ്റിനൊന്നും ചേഞ്ച് ഇല്ലാതെ എക്സസീവ് യൂട്രൈൻ കൺട്രാക്ഷൻ ഉണ്ടായാൽ ഹൈപ്പർടോണസ് എന്ന് പറയുന്നു. ഇത് രണ്ടും ഒരുമിച്ച് വന്ന് ഫീറ്റൽ ഹാർട്ട് റേറ്റിന് ചേഞ്ചും കൂടെ വന്നു കഴിഞ്ഞാൽ അതിനെ ഹൈപ്പർ സ്റ്റിമുലേഷൻ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ. ദ നേഴ്സ് ഈസ് കംപ്ലീറ്റിംഗ് എ ക്ലയൻറ്റ്സ് പ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റ് പ്രയോർ ടു ആൻ ഏർലി മോർണിംഗ് സർജറി. സർജറിക്ക് പോകുന്ന മുമ്പ് നമ്മൾ ആസ് എ പ്രീ ഓപ്പറേറ്റീവ് നേഴ്സ് വി ഹാവ് ടു മേക്ക് എ ചെക്ക് ലിസ്റ്റ്. പേഷ്യൻറ്റിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെക്ക് ലിസ്റ്റ് നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിരിക്കണം അല്ലേ? ദ നേഴ്സ് ഒബ്ടൈൻസ് ദ ക്ലയൻറ്റ്സ് വൈറ്റൽ സൈൻസ്. ടെമ്പറേച്ചർ ഈസ് 97.4, ദാറ്റ് മീൻസ് 36 degree Celsius. Radial pulse 84 strong.
regular, respiration 16, unlabored and blood pressure 132/74. Which of the following action should the nurse take first? എന്തായിരിക്കും അവിടെ എടുക്കുന്നത്? ഇതൊരു നഴ്സിംഗ് ഫൗണ്ടേഷനിലെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ, അതായത് നമ്മുടെ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു വൈറ്റൽ സയൻസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഡോക്ടറിനെ നമ്മളവിടെ ഇൻഫോം ചെയ്യേണ്ട കാര്യമുണ്ടോ? എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടോ? ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും പേഷ്യൻ്റ് അസിഡോസിസ് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അങ്ങനെ ഒന്ന് നോക്കുക. ഇനി ഓപ്ഷൻസ് നോക്കുക. നോട്ടിഫൈ ദ ഫിസിഷ്യൻ ഓഫ് ദ ക്ലയൻറ്റ്സ് വൈറ്റൽ സയൻസ്, ഫിസിഷ്യനെ പെട്ടെന്ന് അറിയിക്കുക. ഓർത്തോസ്റ്റാറ്റിക് ബ്ലഡ് പ്രഷർ എടുത്ത് ലൈയിങ്ങിലും സ്റ്റാൻഡിങ് പൊസിഷനിലും ഓർത്തോസ്റ്റാറ്റിക് ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുക. ലോവർ ദ സൈഡ് റെയിൽസ് ആൻഡ് പ്ലേസ് ദ ബെഡ് ഇൻ ഇറ്റ്സ് ലോവസ്റ്റ് പൊസിഷൻ. റെക്കോർഡ് ദ ഡേറ്റ ഓൺ ദ ക്ലയൻറ്റ്സ് പ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റ്. എന്തായിരിക്കും ചെയ്യേണ്ടത്? വേറെ അബ്നോർമാലിറ്റീസ് ഒന്നുമില്ലല്ലോ. ചെക്ക് ലിസ്റ്റിലുള്ള എന്ത് ചെയ്യുക? നമ്മൾ കറക്റ്റ് അതിനകത്ത് എന്ത് ചെയ്യുക? മെൻഷൻ ചെയ്യുക. സോ കറക്റ്റ് ഓപ്ഷൻ ഡി, റെക്കോർഡ് ദ ഡേറ്റ ഓൺ ദ ക്ലയൻറ്റ്സ് പ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റ്. ഇറ്റ്സ് എ ബേസിക് ക്വസ്റ്റ്യൻ. ചിലപ്പോൾ നമ്മളെപ്പോഴും നമുക്കൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അതിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി കാണുമെന്ന് പ്രതീക്ഷിച്ചായിരിക്കും നമ്മളിരിക്കുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നിട്ട് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസോടെ ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ അതിനെ ഡിഫിക്കൽട്ടായിട്ട് ചിന്തിച്ചാൽ നമ്മൾ തെറ്റായിട്ട് ഓപ്ഷൻ തിരഞ്ഞെടുക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ യൂഷ്വലി എല്ലാവർക്കും ഒരു ടെൻഡൻസി എന്തെങ്കിലും കാണും ഇതിനകത്ത്. അതുകൊണ്ട് പെട്ടെന്ന് ചെയ്ത് ഡോക്ടറെ ഇൻഫോം ചെയ്യാം എന്ന് വിചാരിച്ച ഓപ്ഷൻ എ കൊടുക്കാനുള്ള ടെൻഡൻസി കാണിക്കും. അങ്ങനെയല്ല, ഓപ്ഷൻ ഡി നോർമൽ ആണെങ്കിൽ നമ്മൾ നോർമൽ അവിടെ എൻ്റർ ചെയ്യുക. അതും നമ്മുടെ ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് ബാൻഡേജ് ഈസ് യൂസ്ഡ് ഇൻ ആംഗിൾ ഇഞ്ചുറി? അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓരോ ഭാഗത്തും നമുക്കെന്താ ഓരോ ഫ്രാക്ചർ വരുമ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ബാൻഡേജ് സപ്ലൈ ചെയ്യാറുണ്ട് അല്ലേ? എന്തിനാണ് ബാൻഡേജ് സപ്ലൈ ചെയ്യുന്നത്? അവിടുത്തെ ബോണുകൾക്ക് എന്തെങ്കിലും ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ടെങ്കിലോ ആ ഒരു കറക്റ്റ് പൊസിഷനിലോട്ട് അലൈൻമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനോ, അല്ലെങ്കിൽ സ്വെല്ലിംഗ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ കംപ്രഷൻ കൊടുത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടോ, ആ വേദന കംപ്രഷൻ വഴി നമുക്ക് വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സഹായിക്കും? ഈ ഒരു ബാൻഡേജസ് അപ്ലൈ ചെയ്യുന്നത് സഹായിക്കും. അപ്പോൾ ബാൻഡേജസ് അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓരോ പാർട്ടിലും ബാൻഡേജസ് അപ്ലൈ ചെയ്യുന്നത് ഓരോ രീതിയിലാണ്. എല്ലാ ഭാഗത്തും നമ്മൾ സർക്കിളായിട്ട് റോൾ ചെയ്തല്ല അപ്ലൈ ചെയ്യുന്നത്. എല്ലാ ഭാഗത്തും നമ്മൾ റിവേഴ്സ് സ്പൈറൽ അല്ല കൊടുക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ ഭാഗത്തും നമ്മൾ ഫിഗർ ഓഫ് 8 അല്ല കൊടുക്കുന്നത്. പല രീതിയിലാണ് ഓരോ ശരീരഭാഗത്തിൻ്റെയും ഷേപ്പ് അനുസരിച്ച് നമ്മൾ ഓരോ ഭാഗത്തും ഓരോ രീതിയിലാണ് കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആംഗിൾ, നമ്മുടെ കാലിൻ്റെ ആംഗിളിൽ ഇഞ്ചുറി ഉണ്ടായാൽ ഏത് തരം ബാൻഡേജ് ആയിരിക്കും നമ്മളവിടെ അപ്ലൈ ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് ഏതൊക്കെ തന്നിരിക്കുന്നത്? ഫിഗർ ഓഫ് 8, ഓപ്ഷൻ ബി സർക്കുലർ, ഓപ്ഷൻ സി റിവേഴ്സ്, ഓപ്ഷൻ ഡി സ്പൈറൽ. ഇതിലേതാണ് കറക്റ്റ് ഓപ്ഷൻ? ഈ പിക്ചറിൽ കാണുന്നത് ഏത് രീതിയിലുള്ള ബാൻഡേജ് ആപ്ലിക്കേഷനാണ്? കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ഫിഗർ ഓഫ് 8 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ഓരോ ഭാഗത്തും കയ്യിലെങ്ങനെയാണ്, കാലിലെങ്ങനെയാണ്, കാൽമുട്ടിലെങ്ങനെയാണ്, കൈമുട്ടിലെങ്ങനെയാണ്, തലയിലെങ്ങനെയാണ് ബാൻഡേജ് അപ്ലൈ ചെയ്യുന്നതെന്ന് അറിയണ്ടേ? ആക്ച്വലി ഇതെല്ലാം നമ്മൾ അപ്ലൈ ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. എന്നാലും ജസ്റ്റ് ഒരു ജനറൽ നോളജ് നോക്കി വെക്കാം. അതായത് നമ്മുടെ കയ്യിലാണെങ്കിൽ സ്പൈറൽ ബാൻഡേജ്, നമ്മുടെ റിസ്റ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ സ്പൈറൽ ബാൻഡേജ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ റിവേഴ്സ് സ്പൈറൽ ബാൻഡേജും യൂഷ്വലി ഉപയോഗിക്കാറുണ്ട്. പിന്നെ എൽബോയിലും നീലും ആകുമ്പോൾ അവിടെ ഫിഗർ ഓഫ് 8 ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്, ഹെഡിൽ ഏത് തരം ബാൻഡേജ് ആണ് അപ്ലൈ ചെയ്യുന്നത്? ഹെഡിൽ നമ്മൾ ഈ രീതിയിൽ ബാൻഡേജ് അപ്ലൈ ചെയ്യുന്നതിനെ ക്യാപ്ലൈൻ ബാൻഡേജ് എന്നാണ് പറയുന്നത്. എന്താണ് ക്യാപ്ലൈൻ ബാൻഡേജ്? പിന്നെ എവിടെയാണ് സ്പൈക്ക അല്ലെങ്കിൽ മോഡിഫൈഡ് ഫിഗർ ഓഫ് 8 എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു ബാൻഡേജ് അപ്ലൈ ചെയ്യുന്നത്? ഷോൾഡർ സ്പൈക്ക, പിന്നെ ഗ്രോയിൻ റീജിയനിൽ. ഇവിടെ കണ്ടാൽ മനസ്സിലാകും ഇത് ഏകദേശം ഒരുപോലെയാണ് അല്ലേ? ഷോൾഡർ സ്പൈക്കയും ഗ്രോയിൻ ബാൻഡേജ് രണ്ടും ഒരുപോലെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതേ ഏകദേശം അതുപോലെ തന്നെയാണ് ഈ തമ്പിന് എന്തെങ്കിലും ആ ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ ഫ്രാക്ചർ അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ തമ്പ് സ്പൈക്കാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ആംഗിൾ ആണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫുഡ് ബാൻഡേജും ഹീൽ ബാൻഡേജും ഉപയോഗിക്കുന്നത് നമ്മുടെ ഫിഗർ ഓഫ് 8 എന്നുള്ള ഒരു പാറ്റേൺ വഴിയാണ് നമ്മളവിടെ അപ്ലൈ ചെയ്യുന്നത്. അതൊന്ന് നോക്കി വെക്കുക. കാരണം യൂഷ്വലി ആ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഒന്നുകിൽ പിക്ചർ കാണിക്കാം, അല്ലെങ്കിൽ പിക്ചർ കാണിക്കാതെയും ഏത് രീതിയിലുള്ള ബാൻഡേജ് അപ്ലിക്കേഷനാണ് അവിടെ വരുന്നതെന്ന് ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ നേഴ്സ് നോ ദാറ്റ് അണ്ടർ നാഷണൽ ഫാമിലി ഹെൽത്ത് പ്രോഗ്രാം, ഓക്കെ, ഡ്യൂറേഷൻ ഓഫ് കോപ്പർ ടീ, കോപ്പറിൻ്റെ സ്പെല്ലിംഗ് ഇതല്ല, PPER ആണ്, കോപ്പർ ടീ 380A. അപ്പം നമുക്കറിയാം, അതായത് ടെമ്പററി സ്റ്റെറിലൈസേഷൻ,
അതായത് കുറച്ച് കാലയളവിൽ പ്രഗ്നൻ്റ് ആകാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകതയില്ലാത്ത അല്ലെങ്കിൽ ഫസ്റ്റ് കുഞ്ഞിൽ നിന്ന് സെക്കൻഡ് കുഞ്ഞിൻ്റെ സ്പേസിങ് വേണ്ടിയുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന, എന്നാൽ പിന്നീട് ഒരു കുഞ്ഞ് വേണമെന്ന് വിചാരിച്ചാൽ വേണമെന്നുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു കോപ്പർ ടീ എന്ന് പറയുന്നത്. കോപ്പർ ടീ തന്നെ പല ടൈപ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കോപ്പർ ടീ 380A എന്നുള്ള ടൈപ്പിൻ്റെ ഡ്യൂറേഷൻ, അതായത് ഈ ഒരു കോപ്പർ ടീ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കാലയളവിനാണ് അവിടെ പ്രഗ്നൻ്റ് ആകാനുള്ള ചാൻസ് കുറവായിട്ടുള്ളത്. ഒരു തരത്തിലുള്ള സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സിനും ഒരു തരത്തിലുള്ള കോൺട്രാസെപ്ഷൻ മെത്തേഡ്സിനും അവിടെ 100% ഷുവർട്ടി പറയുന്നില്ല. സ്റ്റിൽ നമ്മുടെ ഗവൺമെൻറ് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യുന്ന, സജസ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് കോപ്പർ ടീ എന്ന് പറയുന്നത്. ഇതിൽ കോപ്പർ ടീ 380A എന്ന് പറയുന്നതിൻ്റെ കാലയളവ് എത്രയാണ്? 3 വർഷമാണോ, 5 വർഷമാണോ, 10 വർഷമാണോ, അതോ 7 വർഷമാണോ? കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി 10 years ആണ്. ഇവിടെ നോക്കാം, ഞാനിത് ദത്ത ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്താണ്. നമുക്കതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കോൺട്രാസെപ്ഷൻ്റെ എല്ലാ മെത്തേഡ്സും, ഈവൻ സിമ്പിൾ നാച്ചുറൽ മെത്തേഡ്സിൽ നിന്ന് തുടങ്ങി പെർമനൻറ്റ് സ്റ്റെറിലൈസേഷൻ, ടുബക്ടമി, വാസക്ടമി വരെയുള്ള എല്ലാ മെത്തേഡും, കെമിക്കലും നാച്ചുറലും സർജിക്കലും ഒക്കെ ആയിട്ടുള്ള മെത്തേഡുകളെ കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. അതിൽ ഒരു തരമാണ് കോപ്പർ ടീ ഇൻസേർഷൻ. ത്രൂ വെജൈന എന്ത് ചെയ്യുന്നു? കോപ്പർ ടീ ഇൻസേർട്ട് ചെയ്യുന്നു. അത് നമ്മുടെ ഫെർട്ടിലൈസേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൽ കോപ്പർ ടീ പല ടൈപ്പ് ഉണ്ട് അല്ലേ? കോപ്പർ ടീ 200 ഉണ്ട്, കോപ്പർ ടീ 380A ഉണ്ട്, മൾട്ടി ലോഡ് കോപ്പർ 250 ഉണ്ട്, മൾട്ടി ലോഡ് 375 ഉണ്ട്. ഇതിന് ഓരോന്നിനും കാലയളവിൽ വ്യത്യാസമുണ്ട്. കോപ്പർ ടീ 380A എന്ന് പറയുന്നതിന് 10 years ആണ്. ഓരോ 10 വർഷം കഴിയുമ്പോഴും അതെന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യണം. നെക്സ്റ്റ് മൾട്ടി ലോഡ് കോപ്പർ 250 ആണെങ്കിൽ ഓരോ 3 വർഷം കഴിയുമ്പോൾ ചേഞ്ച് ചെയ്യണം. മൾട്ടി ലോഡ് 375 ആണെങ്കിൽ അവിടെ ഓരോ 5 വർഷം കഴിയുമ്പോഴവിടെ ചേഞ്ച് ചെയ്യണം. ഓക്കെ. അപ്പോൾ എന്നാൽ T100 ആണെങ്കിൽ ഏകദേശം ഒരു 4 വർഷമാണ് അവിടെ സമയം പറയുന്നത്. അവിടെ 4 വർഷമാകുമ്പോൾ റിമൂവ് ചെയ്തിരിക്കണം. ചിലപ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യാറുണ്ട്? 3 വർഷം കഴിയുമ്പോഴും റിമൂവ് ചെയ്യാറുണ്ട്. അത്രയും തന്നെയാണ് മാക്സിമം എഫിഷ്യൻസി അവിടെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ടൈപ്സും കാലയളവും ഒന്ന് ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ് മെത്തേഡ്സ് ഓഫ് കോൺട്രാസെപ്ഷൻ, ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഞാൻ പറയുന്നതേ ഉള്ളൂ. ഈ പറയുന്ന എല്ലാ മെത്തേഡും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു 1-1.5 മണിക്കൂർ ക്ലാസ് എടുത്താൽ മാത്രം തീരുന്നതാണ് മെത്തേഡ്സ് ഓഫ് കോൺട്രാസെപ്ഷൻ. അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാനിവിടെ എടുക്കുന്നില്ല. പകരം ഏതൊക്കെ മെത്തേഡുകൾ നിങ്ങൾ പഠിക്കണം. കോൺട്രാസെപ്ഷൻ എന്ന് പറഞ്ഞാൽ നോർമലി അവിടെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ടെമ്പററി ആൻഡ് പെർമനൻറ്റ്. പെർമനൻ്റ് എന്ന് പറഞ്ഞാൽ 2 മെത്തേഡ്. ഒന്ന് ഫീമെയിലിൽ അവിടെ നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബ് ഒക്ലൂഷൻ വരുന്നത്, ട്യൂബൽ ഒക്ലൂഷൻ അല്ലെങ്കിൽ ടുബക്ടമി എന്ന് പറയും. മെയിലിലാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതെങ്കിൽ വാസക്ടമി, വാസ് ഡിഫറൻസ് അവിടെ കട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ ഒക്ലൂഡ് ചെയ്യുന്നു. ഇത് വാസക്ടമി. നെക്സ്റ്റ് ടെമ്പററി മെത്തേഡ് എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് സ്പേസിങ്ങിന് വേണ്ടിയിട്ടുള്ള മെത്തേഡ്സിനെ ബാരിയം മെത്തേഡ്സ് എന്ന് പറയും. നാച്ചുറൽ കോൺട്രാസെപ്ഷൻ്റെ ടൈപ്പ് ഉണ്ട്. ഇൻട്രാ യൂട്രൈൻ കോൺട്രാസെപ്റ്റീവ് ഡിവൈസസ്, അതിലൊന്നാണ് ഈ കോപ്പർ ടീ എന്ന് പറയുന്നത്. പിന്നെ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്, സ്റ്റിറോയിഡൽ കോൺട്രാസെപ്ഷൻസ് ഉണ്ട്. ഇത് വളരെ ആക്ച്വലി അതൊരു 100% സേഫും അല്ല, 100% ഷുവർട്ടിയും തരാത്തതാണ് ഈ ഒരു ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറയുന്നത്. എന്നാലും ആളുകൾ കൂടുതൽ ചൂസ് ചെയ്യുന്നത് കോപ്പർ ടീ പോലെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സിനേക്കാളും അവിടെ ടൂൾസിനേക്കാളും അവർ യൂസ് ചെയ്യുന്നത് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ടാബ്ലറ്റ്സ് ആണ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്, അതൊന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഡയറ്റ് ഷുഡ് അവോയ്ഡ് ഇൻ അക്യൂട്ട് റീനൽ ഫെയിലുവർ ഡിസീസ്? അപ്പോൾ നമ്മുടെ കിഡ്നി, റീനൽ സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, ജെൻറ്റോ യൂറിനറി സിസ്റ്റം, യൂറിനറി സിസ്റ്റം, ഇവിടെ എല്ലാം നമ്മൾ പഠിക്കുന്നത് കിഡ്നി, യൂററ്റർ, യൂറത്ര, യൂറിനറി ബ്ലാഡർ, ഇങ്ങനെ 4 ഓർഗൻസാണ്. ഇതിൽ പലതരത്തിലുള്ള ഡിസീസസ് ഉണ്ടാകാറുണ്ട്. സ്റ്റോൺസ് ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷണൽ ഫിസിയോളജിക്കൽ ഡിസബിലിറ്റി, റീനൽ ഫെയിലുവർ ഉണ്ടാകാറുണ്ട്, സിസ്റ്റൈറ്റിസ് ഉണ്ടാകാറുണ്ട്, കൺസ്ട്രിക്ഷൻസ് ഉണ്ടാകാറുണ്ട്, ബ്ലോക്കുകൾ ഉണ്ടാകാറുണ്ട്, ഇൻഫെക്ഷൻസ് ഉണ്ടാകാറുണ്ട്, പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിൽ ഒരു മേജർ ഡിസീസാണ് അക്യൂട്ട് റീനൽ ഫെയിലുവർ എന്ന് പറയുന്നത്. അപ്പോൾ അക്യൂട്ട് റീനൽ ഫെയിലുവറിൻ്റെയും അതിൻ്റെ ക്രോണിക് റീനൽ ഫെയിലുവറിൻ്റെയും ഡയറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ പഠിക്കണം. അക്യൂട്ട് റീനൽ ഫെയിലുവർ ഉള്ള പേഷ്യൻറ്റിന് ഏത് ഡയറ്റ് നമ്മൾ അവോയ്ഡ് ചെയ്യണം അല്ലെങ്കിൽ റിഡ്യൂസ് ചെയ്യണം? കാർബോഹൈഡ്രേറ്റ് ആണോ, പ്രോട്ടീൻ ആണോ, ഫാറ്റ് ആണോ, വിറ്റമിൻ ആണോ? കറക്റ്റ് ഓപ്ഷൻ ബി, പ്രോട്ടീനാണ്. ഓക്കെ. ഇവിടെ നോക്കാം, നമ്മുടെ അക്യൂട്ട് റീനൽ ഫെയിലുവർ പേഷ്യൻസിന് കൊടുക്കുന്ന ഡയറ്റിൻ്റെ കുറച്ച് പ്രത്യേകതകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ പേഷ്യൻസിന് എനർജി മീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ് അവിടെ കൂട്ടണം. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് റിച്ച് ഡയറ്റാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. കലോറി മിനിമം 2000 to 2500 കിലോ കലോറി ഉണ്ടായിരിക്കണം.
പ്രോട്ടീൻ എന്നാൽ മോഡറേറ്റ് ടു ലോ പ്രോട്ടീൻ ആയിരിക്കണം, ഏകദേശം 30 to 50 gram per day മാത്രം മതി. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോട്ടീൻ അവിടെ കൂടുമ്പോൾ കിഡ്നിയുടെ വർക്ക് ലോഡ് അവിടെ കൂടും. റീനൽ ഫെയിലിയർ ഉള്ള പേഷ്യൻസിന് നമ്മൾ കിഡ്നിയുടെ വർക്ക് ലോഡ് കുറയ്ക്കണം, അതിന് വേണ്ടിയിട്ട് പ്രോട്ടീൻ്റെ അളവ് കുറയ്ക്കുക. ഹൈ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് 300 മുതൽ 400 gram വരെ പെർ ഡേ നമുക്ക് കിട്ടണം. മോഡറേറ്റ് ഫാറ്റ് നമുക്ക് ഉപയോഗിക്കാം, 70 to 90 gram പെർ ഡേ ഉപയോഗിക്കാം. എന്നാൽ കിഡ്നിയാണ് പ്രധാനമായിട്ട് പൊട്ടാസ്യം എക്സ്ക്രീഷനിൽ റോൾ വഹിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഡയറ്റ് പൊട്ടാസ്യം റിച്ച് ആയി കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് എക്സ്ക്രീറ്റ് ചെയ്യാൻ കിഡ്നിക്ക് കഴിയത്തില്ല. സോ അവിടെ ഹൈപ്പർ കലീമിയ ഉണ്ടാകും. സോ വി ഹാവ് ടു റെസ്ട്രിക്റ്റ് ഫുഡ് ദാറ്റ് റിച്ച് ഇൻ പൊട്ടാസ്യം. അതുപോലെ ഫ്ലൂയിഡ് ഇൻടേക്ക് 1000 പെർ ഡേ ഇൻ ഒലിഗൂറിക് ഫേസ് ആണെങ്കിൽ, അക്യൂട്ട് റീനൽ ഫെയിലിയറിന് പല ഫേസ് ഉണ്ട്, ഒലിഗൂറിക് ഫേസ് ഉണ്ട്, അന്യൂറിക് ഫേസ് ഉണ്ട്. അതിൽ ഒലിഗൂറിക് ഫേസ് ആകുമ്പോൾ 1000 ml മാത്രം പെർ ഡേ. പിന്നെ ലെറ്റർ ഡയൂറോട്ടിക് ഫേസ് ആകുമ്പോൾ നമുക്ക് പതുക്കെ അങ്ങോട്ട് എന്ത് ചെയ്യാം, ഇൻക്രീസ് ചെയ്യാം, ഫ്ലൂയിഡിൻ്റെയൊക്കെ കൂട്ടാം. അതുപോലെ റെസ്ട്രിക്ഷൻ ഓഫ് മിൽക്ക്, പാലിൻ്റെ അളവ് കുറയ്ക്കുക, 1 കപ്പോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറവോ ആക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, പ്രിപ്പയർ ദ ക്ലയൻറ്റ് ഫോർ റീനൽ ഡയാലിസിസ് വേണം. റീനൽ ഡയാലിസിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ പ്രധാനമായിട്ട് അക്യൂട്ട് റീനൽ ഫെയിലിയർ ഉള്ള പേഷ്യൻസിൻ്റെ ഡയറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നെക്സ്റ്റ് 14th ക്വസ്റ്റ്യൻ, എ ഡേ കെയർ നേഴ്സ് ഈസ് അസൈൻഡ് ടു അഡ്മിനിസ്റ്റർ ആൻ IM ഇഞ്ചക്ഷൻ ടു എ ക്ലയൻറ്റ് വിത്ത് പെർനീഷ്യസ് അനീമിയ. ഓക്കെ, പെർനീഷ്യസ് അനീമിയുള്ള പേഷ്യൻറ്റിന് IM ഇഞ്ചക്ഷൻ സജസ്റ്റ് ചെയ്തു എങ്കിൽ എവിടെ ഏത് മസിലായിരിക്കും നമ്മളവിടെ ചൂസ് ചെയ്യുന്നത്? ഇതൊരു ഫണ്ടമെൻ്റൽസിൻ്റെ ഫൗണ്ടേഷൻ ഓഫ് നഴ്സിംഗിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ അഡ്മിനിസ്ട്രേഷൻ, മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷനിൽ പല മസിൽസിലൂടെ നമ്മൾ ഇഞ്ചക്ഷൻസ് കൊടുക്കാറുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള മസിലുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ വോളിയം കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകത എന്ന് പറയുന്ന സിറ്റുവേഷൻ നിങ്ങൾ ഓർക്കുക, ഇറ്റ്സ് എ ഡേ കെയർ നഴ്സ്. ഡേ കെയർ നഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ആരായിരിക്കും ഉള്ളത്? നിയോനേറ്റ്സ് ആയിരിക്കും അവിടെ ഉള്ളത്, അല്ലേ? വളരെ കുഞ്ഞു കുട്ടികളാണുള്ളത്. അപ്പോൾ ജനിച്ചു വീണ കുഞ്ഞു കുട്ടികൾക്ക് ഏത് മസിൽ വഴിയായിരിക്കും നമ്മൾ IM കൊടുക്കുക അല്ലെങ്കിൽ ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ കൊടുക്കുക? ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണോ, ഡെൽറ്റോയിഡ് ആണോ, വാസ്റ്റസ് ലാറ്ററാലിസ് ആണോ, ഡോർസോ ഗ്ലൂട്ടിയൽ ആണോ? വെരി കോമൺ ക്വസ്റ്റ്യൻ, ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ഇട്ട് മോസ്റ്റ് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. വാസ്റ്റസ് ലാറ്ററാലിസ്, കുഞ്ഞു കുട്ടികൾക്ക് IM ഇഞ്ചക്ഷൻ കൊടുക്കാൻ നമ്മൾ ഗ്ലൂട്ടിയസ് മാക്സിമസ് അല്ല യൂസ് ചെയ്യുന്നത്, ഡെൽറ്റോയിഡ് അല്ല യൂസ് ചെയ്യുന്നത്, പകരം തൈയിൻ്റെ സൈഡ് വൈസ് വരുന്ന, തൈയുടെ ആൻറ്റീരിയർ ലാറ്ററൽ ആയിട്ട് വരുന്ന വാസ്റ്റസ് ലാറ്ററാലിസ് എന്നുള്ള മസിലാണ്. നിങ്ങൾ കുറച്ച് പേരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, കുഞ്ഞു കുട്ടികൾക്കൊക്കെ വാക്സിൻ കൊടുക്കുമ്പോൾ IM ഇഞ്ചക്ഷൻ എവിടെയാണ് കൊടുക്കുന്നത്? ഈ വാസ്റ്റസ് ലാറ്ററാലിസിലാണ്, അതായത് കുഞ്ഞിൻ്റെ തൈയിലാണ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. സോ വൈ we are choosing vastus lateralis for IM injection in neonates? Because this muscle can hold large amount of medicine. മറ്റ് മസിൽസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ നെർവ്സ്, സിയാഷ്യ നെർവ്സിനടുത്തും കൂടെ പോകുന്ന മസിൽസ് ആണ്. എന്നാൽ ഡെൽറ്റോയിൽ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഡെൽറ്റോയിഡ് വളരെ കുറച്ച് വോളിയം മാത്രമേ നമുക്കവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ലാർജ് എമൗണ്ട് ഇഞ്ചക്ഷൻസ് ഒന്നും തന്നെ നമുക്ക് ഡെൽറ്റോയിഡ് വഴി കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, സോ ഓപ്ഷൻ എ ഗ്ലൂട്ടിയസ് മാക്സിമസ് എന്ന് പറഞ്ഞാൽ അവിടെ സിയാഷിക് നെർവിന് ഇഞ്ചുറി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഡെൽറ്റോയിഡ് എന്ന് പറഞ്ഞാൽ ഓൺലി സ്മോൾ എമൗണ്ട് ഓഫ് മെഡിക്കേഷൻ ക്യാൻ ബി ഗിവൺ ബൈ ദിസ് മസിൽ. വാസ്റ്റസ് ലാറ്ററാലിസ് is best for administration of IM injection as there is no major nerve or no major blood vessels in this muscle. Okay, next, administration of IM injection dorsolateral is associated to possible injury to sciatic nerve. Sciatic nerve-ന് ഇഞ്ചുറി ഉണ്ടാകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് മറ്റ് മസിൽസ് ഒന്നും നമ്മൾ ചൂസ് ചെയ്യില്ല, പകരം വാസ്റ്റസ് ലാറ്ററാലിസ് മാത്രമേ ചൂസ് ചെയ്യൂ. അപ്പോൾ ഇവിടെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇഞ്ചക്ഷൻസ് മാത്രമല്ല, എല്ലാ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ, ഏത് തരം മെത്തേഡിൽ, ഓറൽ മെഡിക്കേഷൻ, IM മെഡിക്കേഷൻ, IV മെഡിക്കേഷൻസ്, അതുപോലെ പല ക്യാവിറ്റികളിലോട്ടുള്ള മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ, അതെല്ലാത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ് ഫോർ നഴ്സിംഗ് എക്സാംസ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് കാണിച്ചിരിക്കുന്നത് പലതരത്തിലുള്ള ഇഞ്ചക്ഷൻസിൻ്റെ ആംഗിളാണ്, ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. IM ഇഞ്ചക്ഷൻ നമ്മൾ 90 ഡിഗ്രി ചൂസ് ചെയ്യുന്നു, സബ്ക്യൂട്ടേനിയസിന് 45 ഡിഗ്രി, ഇൻട്രാവീനിയസിന് 25 ഡിഗ്രി, ഇൻട്രാഡെർമലിന് 10 to 20 ഡിഗ്രിയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 15th ക്വസ്റ്റ്യൻ, സക്ഷൻ ഓഫ് ഡ്രെയിനേജ് ഇൻ ചെസ്റ്റ് ഡ്രെയിൻ ഷുഡ് ബി മെയിൻറ്റൈൻഡ് അറ്റ് പ്രഷർ. നമ്മൾ കണ്ടിട്ടുണ്ടാകും പേഷ്യൻസിന് ന്യൂമോതൊറാക്സ്, ഹീമോതൊറാക്സ് ഒക്കെ ഉള്ള പേഷ്യൻസിന്, പ്ലൂറൽ എഫ്യൂഷനുള്ള പേഷ്യൻസിനൊക്കെ
ചെസ്റ്റ് ഡ്രെയിനേജ് കണക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ചെസ്റ്റ് ഡ്രെയിനേജ് എന്ന് പറയുന്നത് അവിടെ ഒരു ചെറിയൊരു സക്ഷൻ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യും. നോർമലി അവിടെ എത്രയാണ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തത്? -10 to -20 സെൻറ്റിമീറ്റർ ഓഫ് വാട്ടർ ആണോ, -6 സെൻറ്റിമീറ്റർ ഓഫ് വാട്ടർ ആണോ, 10 to 20 സെൻറ്റിമീറ്റർ ഓഫ് വാട്ടർ ആണോ, 60 സെൻറ്റിമീറ്റർ ഓഫ് വാട്ടർ ആണോ? കറക്റ്റ് ഓപ്ഷൻ എ -10 to -20 സെൻറ്റിമീറ്റർ ഓഫ് വാട്ടർ ആണ്. സക്ഷൻ ഡ്രെയിനേജ് സിസ്റ്റം അത് കണക്ട് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതിൽ ബബിൾ വരുന്നത് എപ്പോഴാണ്, അതിൻ്റെ ഒസിലേഷൻസ് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, അതിൽ ക്ലോട്ട് വന്നാൽ എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, പെട്ടെന്ന് ഒരു ലാർജ് എമൗണ്ട് വന്നു കഴിഞ്ഞാൽ അത് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏത് സൈറ്റിലാണ് ഇത് ഇൻസേർട്ട് ചെയ്യുന്നത്, എത്ര ദിവസം ഇൻസേർട്ട് ചെയ്യണം അല്ലെങ്കിൽ അത് കീപ്പ് ചെയ്യണം, എങ്ങനെയാണെന്ന് മോണിറ്റർ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട്. കാരണം നമ്മുടെ ഡയറക്റ്റ്ലി നമ്മുടെ ചെസ്റ്റിനുള്ളിലോട്ടാണ് നമ്മുടെ പൈപ്പിൻ്റെ അത്രയും ഒരു ചെറിയ PVC പൈപ്പിൻ്റെ അത്രത്തോളം വലിപ്പം വരുന്ന ട്യൂബുകൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് അത്രത്തോളം കെയർ കൊടുക്കണം അല്ലേ. അതുപോലെ അതിന് മിൽക്കിങ് ചെയ്യാൻ പാടുണ്ടോ, അത് എങ്ങനെയാണ് അതിൻ്റെ എക്സ്ക്രീഷൻ നമ്മൾ നോക്കേണ്ടത്, അങ്ങനെ പല കാര്യങ്ങളും അത് അസോസിയേറ്റഡ് ആയിട്ടുള്ള കെയർ നമ്മളിവിടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാൻ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷേ നിങ്ങളത് ഒരു പ്രാവശ്യമെങ്കിലും ചെസ്റ്റ് ഡ്രെയിനേജ് കെയർ പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല, തെറ്റിപ്പോകും. കാരണം നമ്മൾ കൺഫ്യൂസ്ഡ് ആക്കുന്ന ഓപ്ഷൻസ് ആയിരിക്കും അവിടെ ഉള്ളത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് -10 to -20 സെൻറ്റിമീറ്റർ ഓഫ് വാട്ടറാണ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഞാൻ ഈ ഒരു ചാർട്ട് കൊടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ മറ്റ് ബുക്കുകളോ ഒന്നും ഇല്ലായെങ്കിലും നിങ്ങൾക്ക് ചെസ്റ്റ് ട്യൂബ് ഡ്രെയിനേജിനെ കുറിച്ച് പഠിക്കാം. ട്യൂബ് പൊസിഷനിങ് എങ്ങനെയാണ്, എവിടെയാണ് ഇത് പ്ലേസ് ചെയ്യുന്നത്, അതിൻ്റെ ഔട്ട്പുട്ടിനെ കുറിച്ച് ഒരു പെർ ഡേ ഷുഡ് ബി ലെസ് ദാൻ 200 ml. അതുപോലെ അതിൻ്റെ റെസ്പിറേറ്ററി വേരിയേഷൻസിനെ കുറിച്ച്, അതുപോലെ എയർ ലീക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇൻ്റർമിറ്റൻറ്റ് എയർ ലീക്ക് ഉണ്ടാകുന്ന എപ്പോഴാണ് അവിടെ എയർ ലീക്ക് നമ്മുടെ ഈ ട്യൂബിങ് ഡ്രെയിനേജിൽ എയർ ലീക്ക് ഉണ്ടെങ്കിലാണ് അല്ലെ. ത്രൂ ഔട്ട് റെസ്പിറേറ്ററി സൈക്കിൾ സജസ്റ്റ് ചെയ്ത് ലാർജ് ഇഞ്ചുറി ടു ലങ് ഓർ എയർവേ ഓർ ലീക്ക് ട്യൂബിങ് ആണെങ്കിൽ കണ്ടിന്യൂസ് എയർ ലീക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്, എന്തിനാണ് സക്ഷൻ കൊടുക്കുന്നത്, പിന്നെ അവിടെ ന്യൂമോതൊറാക്സിൽ നമ്മൾ ഏത് സൈസ് ഡയമീറ്റർ ട്യൂബാണ് ചൂസ് ചെയ്യുന്നത്, അതുപോലെ ടെൻഷൻ സ്റ്റേബിൾ ന്യൂമോതൊറാക്സിന് ഏത് സൈസ്, ടെൻഷൻ ന്യൂമോതൊറാക്സിന് ഏത് സൈസ്, ഹീമോതൊറാക്സിന് എംപൈമയ്ക്ക് ഏത് സൈസ് ട്യൂബ് യൂസ് ചെയ്യുന്നു. അതുപോലെ എയർ ആണെങ്കിൽ നമ്മൾ എവിടെ ചെസ്റ്റിൻ്റെ ആൻറ്റീരിയർ സുപ്പീരിയർലി ട്യൂബ് ഇൻസേർട്ട് ചെയ്യും. ഫ്ലൂയിഡ് ആണ് കളക്ട് ചെയ്യുന്നതെങ്കിൽ പോസ്റ്റീരിയർ ഇൻഫീരിയർ ട്യൂബിൽ അവിടെ ട്യൂബ് കളക്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡ്രെയിനേജ് വരുന്ന വാട്ടർ സിൽ സിസ്റ്റത്തിനെ കുറിച്ചും പ്രഷർ റെഗുലേറ്ററിനെ കുറിച്ചും ഒക്കെ നമ്മുടെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. നെക്സ്റ്റ് 16th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ പ്രോപ്പർ സീക്വൻസ് ഓഫ് എക്സാമിനേഷൻ ഓഫ് ദ ലങ്സ്? നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുമ്പോഴും നമ്മളവിടെ ഫോളോ ചെയ്യുന്ന 4 ടെക്നിക്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഇൻസ്പെക്ഷൻ, ഓസ്കൾട്ടേഷൻ, പെർക്കഷൻ, പാൽപേഷൻ. ഇതാണ് 4 സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇതിൽ എല്ലായിടത്തും ആദ്യം നമ്മൾ ചൂസ് ചെയ്യുന്നത് ഇൻസ്പെക്ഷനാണ്. കാരണം ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അസസ്മെൻറ്റ് ടെക്നിക്കാണ് ഈ ഇൻസ്പെക്ഷൻ. നോക്കി കണ്ട് മനസ്സിലാക്കുക. നമ്മൾ പേഷ്യൻറ്റ് തൊടുന്നില്ല, ടാപ്പ് ചെയ്യുന്നില്ല, പാൽപേറ്റ് ചെയ്യുന്നില്ല, ഓസ്കൾട്ടേറ്റ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മൾ നോക്കിക്കാണുന്നു. അപ്പോൾ എപ്പോഴും ആദ്യത്തെ സ്റ്റെപ്പ് ഇൻസ്പെക്ഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് കൺഫേം ആണ്, ഇൻസ്പെക്ഷൻ തന്നെയാണ്. ഇനി ലങ്സ് ആണ് നമ്മൾ അവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ലങ്സിൽ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത് ഏത് സ്റ്റെപ്പ് ചെയ്യണം? ഓസ്കൾട്ടേറ്റ് ചെയ്യണമോ, അതോ പാൽപേഷൻ ചെയ്യണമോ, അതോ പെർക്കഷൻ ചെയ്യണമോ? ഇവിടെ ഓപ്ഷൻസ് പറഞ്ഞിരിക്കുന്നത് ഓസ്കൾട്ടേഷൻ, പെർക്കഷൻ, പാൽപേഷൻ, പെർക്കഷൻ, പാൽപേഷൻ, ഓസ്കൾട്ടേഷൻ, പാൽപേഷൻ, ഓസ്കൾട്ടേഷൻ, പെർക്കഷൻ, പാൽപേഷൻ, പെർക്കഷൻ, ഓസ്കൾട്ടേഷൻ. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഇൻസ്പെക്ഷൻ കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ അവിടെ ടാപ്പിംഗ് ചെയ്യരുത്, ഓസ്കൾട്ടേറ്റ് ചെയ്യരുത്, പകരം എന്ത് ചെയ്യുക? പാൽപേറ്റ് ചെയ്യുക, ജസ്റ്റ് പാൽപേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് പെർക്കഷൻ ചെയ്യാം, ടാപ്പ് ചെയ്യാം, ഓസ്കൾട്ടേറ്റ് ചെയ്യാം. ഓക്കെ, ഏത് സ്റ്റെപ്പാണ് പ്രോപ്പർ ആയിട്ടുള്ളത്? ഓപ്ഷൻ ഡി, ഇൻസ്പെക്ഷൻ, പാൽപേഷൻ, പെർക്കഷൻ, ഓസ്കൾട്ടേഷൻ. ഈ ഒരു ചാർട്ട്, ഇതൊരു ചാർട്ടല്ല, ഞാൻ കുറച്ച് ഡീറ്റെയിൽ അധികമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ലങ്സിൻ്റെ കംപ്ലീറ്റ് അസസ്മെൻറ്റ് എന്തൊക്കെ നിങ്ങൾ പഠിക്കണമോ, സ്ട്രക്ചേഴ്സ് വിത്തിൻ ദ തൊറാക്സ്, നഴ്സിംഗ് ഹിസ്റ്ററി ഓർ അസസ്മെൻറ്റ്, അതുപോലെ സ്മോക്കിംഗ്, ഹെൽത്ത് പ്രൊമോഷന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അഡ്വൈസ് ചെയ്യണം, റുട്ടീൻ റെസ്പിറേറ്ററി അസസ്മെൻറ്റ് എന്തൊക്കെയാണ്, അതായത് ഇൻസ്പെക്ട് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഇൻസ്പെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് എന്ത് ചെയ്യുക? ഇൻസ്പെക്ഷനിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. ആദ്യ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്,
കളറ്, റെസ്പിറേറ്ററി റേറ്റ്, ഷേപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോസ്റ്റർ ബ്രീത്തിങ് നോർമലാണോ, അബ്നോർമൽ ആണെങ്കിൽ എന്തൊക്കെയാണ് കാണുന്നത്, നോർമലായിട്ട് അതായത് റേറ്റും ക്വാളിറ്റിയിൽ എന്തൊക്കെ നോർമലായിട്ട് കാണുന്നു, അബ്നോർമലായിട്ട് എന്തൊക്കെ കാണുന്നു, നെയിൽ, സ്കിന്നിൽ, ലിപ്സിൽ എന്തൊക്കെ കാണുന്നു, അതായത് കംപ്ലീറ്റ് നമ്മുടെ ഫിസിക്കൽ എക്സാമിനേഷനാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതുപോലെ തൊറാക്സ് ഇൻസ്പെക്ട് ചെയ്യുന്നു, ഓസ്കൾട്ടേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ്, റെസ്പിറേറ്ററി അബ്നോർമൽ ബ്രീത്തിങ് പാറ്റേൺസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ബ്രാഡിപ്നി എന്താണ്, ടാക്കിപ്നി എന്തായിരുന്നു, ഹൈപ്പർ വെന്റിലേഷൻ, സ്മോൾ റെസ്പിറേഷൻ, കെയിൻ സ്റ്റോക്ക് റെസ്പിറേഷൻ, ബിയോഡ്സ് റെസ്പിറേഷൻ, എയർ ട്രാപ്പിംഗ്, ഇതൊക്കെ എന്താണെന്ന് നോക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ഓസ്കൾട്ടേഷൻ, അത് കഴിഞ്ഞാൽ പാൽപേഷൻ, പെർക്കഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്സും കൂടെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ കറക്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി, ഇൻസ്പെക്ഷൻ, പാൽപേഷൻ, പെർക്കഷൻ ആൻഡ് ഓസ്കൾട്ടേഷൻ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. നിങ്ങൾക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് അറിയാം, വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. പ്ലൂറൽ ഫ്രിക്ഷൻ റബ്ബ് ഏത് പേഷ്യൻറ്റിന് എങ്ങനെയാണ് കാണുന്നത്, കോഴ്സ് ഗ്രേറ്റിംഗ് സെൻസേഷൻ ഡ്യൂറിങ് ഇൻസ്പിറേഷനിൽ കാണുന്നെങ്കിൽ അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, പ്ലൂറൽ ഫ്രിക്ഷൻ റബ്ബ്. അപ്പോൾ ഇതുപോലെ ഓരോ അബ്നോർമാലിറ്റീസും, ന്യൂമോതൊറാക്സ്, ഹ്യൂമോതൊറാക്സ്, അറ്റലക്ടാസിസ്, ലങ് ക്യാൻസർ, ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കുക. ഇതെല്ലാം വായിച്ച് പറയണമെന്ന് താല്പര്യമുണ്ട്, പക്ഷേ സമയമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ വായിച്ചു നോക്കണം. ഓക്കെ, ഡീറ്റെയിൽസ്, മറ്റ് അനാലിസിസ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിങ്, ABG നോർമൽ എങ്ങനെയാണ്, അതിൻ്റെ ഡിസ്റ്റർബൻസസ് എന്തൊക്കെയാണ്, ചെസ്റ്റ് എക്സ്റേയിൽ എന്തൊക്കെ അബ്നോർമാലിറ്റീസ് കാണുന്നു, ബ്രോങ്കോസ്കോപ്പി, ലങ് ബയോപ്സി, സ്പ്യൂട്ടം കൾച്ചർ, സ്പ്യൂട്ടം സൈറ്റോളജി, ട്യൂബർക്ലിൻ ടെസ്റ്റ്, അതുപോലെ ഓൾഡ് ഏജ് ആയിട്ടുള്ളവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം, ഇതെല്ലാം ഇവിടെ ഉണ്ട്. അതൊന്ന് ജസ്റ്റ് വായിക്കാം. നെക്സ്റ്റ് 17th ക്വസ്റ്റ്യൻ. നഴ്സ് റീന ഈസ് ICU 1 head nurse and during her morning shift she received a handover report from the emergency nurse who will be transferring a patient to ICU. The patient has a Sengstaken Blackmore tube. While taking the handing over about the Sengstaken Blackmore tube, which of the following is incorrect? അതായത് സെങ്സ്റ്റാക്കൺ ബ്ലാക്ക്മോർ ട്യൂബിനെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ കഥയൊന്നും അവിടെ പ്രാധാന്യമുള്ളതല്ല. സെങ്സ്റ്റാക്കൺ ബ്ലാക്ക്മോർ ട്യൂബ് ഇറ്റ്സ് എ 3 lumen ഗ്യാസ്ട്രിക് ട്യൂബാണോ, അതോ 1 lumen ടു ഇൻഫ്ലേറ്റ് ഗ്യാസ്ട്രിക് ബലൂൺ ആണോ, അതോ 2nd lumen ടു ഇൻഫ്ലേറ്റ് ഈസോഫേജിയൽ ബലൂൺ ആണോ? ഓപ്ഷൻ ഡി, 3rd lumen ഈസ് ഫോർ ഈസോഫേജിയൽ സക്ഷൻ പോർട്ട് ആണോ? ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? എന്തൊക്കെയാണ് പറഞ്ഞത്? ഇതൊരു 3 lumen ഉള്ള ഗ്യാസ്ട്രിക് ട്യൂബാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ആണോ? നിങ്ങൾ സെങ്സ്റ്റാക്കൺ ബ്ലാക്ക്മോർ ട്യൂബിൻ്റെ പിക്ചർ കണ്ടിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇവിടെ നോക്കൂ. ഇതാണ് സെങ്സ്റ്റാക്കൺ ബ്ലാക്ക്മോർ ട്യൂബ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്തൊക്കെ പോർട്ടുകളുണ്ട്? 3 പോർട്ടുകൾ ഉണ്ട്. ഗ്യാസ്ട്രിക് ബലൂൺ പോർട്ട്, ഗ്യാസ്ട്രിക് ആസ്പിറേഷൻ പോർട്ട്, ഈസോഫേജിയൽ ബലൂൺ പോർട്ട്. കറക്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ എ കറക്റ്റ് ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് ഓപ്ഷൻ എന്താ പറയുന്നത്? 1 lumen is to inflate gastric balloon. Correct. It is for gastric balloon. Second one, 2nd lumen to inflate esophageal balloon. Second one, esophageal balloon is correct. ഒരെണ്ണം esophageal എന്നുള്ളതാണ്. 3rd lumen is for esophageal suction port. Esophageal suction port ആണോ? അല്ല, പകരം അതെന്താണ്? ഇറ്റ്സ് എ ഗ്യാസ്ട്രിക് ആസ്പിറേഷൻ പോർട്ടാണ് അല്ലേ? ഗ്യാസ്ട്രിക് സക്ഷൻ പോർട്ടാണ്, ഗ്യാസ്ട്രിക് ആസ്പിറേഷൻ പോർട്ടാണ്. സോ കറക്റ്റ്, അവിടെ തെറ്റായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഇവിടെ ഓപ്ഷൻ ഡി ആണ്. സോ ഈ ക്വസ്റ്റ്യനിൽ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഡി ആണ്. കാരണം ഇവിടെ ചോദിച്ചത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന്. കറക്റ്റ്, ബാക്കിയുള്ള കഥകളൊന്നും അവിടെ പ്രാധാന്യമല്ല. സെങ്സ്റ്റാക്കൺ ബ്ലാക്ക്മോർ ട്യൂബുള്ള ഒരു പേഷ്യൻറ്റിനെ ICUവിൽ നിന്ന് മറ്റൊരു ICUവിലോട്ട് ഹാൻഡിങ് ഓവർ എടുക്കാൻ വേണ്ടി അവിടെ പറഞ്ഞു. എന്നാൽ സെങ്സ്റ്റാക്കൺ ബ്ലാക്ക്മോർ ട്യൂബിനെ വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് എന്നാണ് ചോദിച്ചത്. അതിന് 3 പോർട്ടുണ്ട്. ഒന്ന് ഗ്യാസ്ട്രിക് പോർട്ടും, ഒന്ന് ഈസോഫേജിയൽ പോർട്ടും, ഒന്ന് ഗ്യാസ്ട്രിക് ആസ്പിറേഷൻ പോർട്ടുമാണ്. ഈസോഫേജിയൽ സക്ഷൻ പോർട്ട് എന്ന് പറഞ്ഞാൽ അവിടെ, കാരണം അവിടെ ഈസോഫേജിയത്തിൽ അവിടെ എന്ത് ചെയ്യുന്നില്ല, അവിടെ സക്ഷൻ ചെയ്തെടുക്കാൻ, ആസ്പിറേറ്റ് ചെയ്തെടുക്കാൻ സൊല്യൂഷൻസ് ഒന്നുമില്ല. സോ അവിടെ സക്ഷൻ പോർട്ട് ആവശ്യമില്ല. നെക്സ്റ്റ് അതിൻ്റെ ഫീച്ചേഴ്സ് അറിയാം. Next 18th question. The nurse understand that lumbar puncture is useful to diagnose which of the following condition? Lumbar puncture, yes, very important. എന്തിനാണ് lumbar puncture ചെയ്യുന്നത്? CSF കളക്ട് ചെയ്യാൻ അല്ലേ? CSF പലതരത്തിൽ lumbar puncture ചെയ്യാറുണ്ട്. കാരണം അനസ്തീഷ്യ കൊടുക്കാൻ lumbar puncture ചെയ്ത് കൊടുക്കാറുണ്ട്.
അതല്ലാതെ ഞാൻ പറയുകയാണ് ലംബാർ പഞ്ചർ ചെയ്യുന്നത് ഏതൊക്കെ കണ്ടീഷൻസ് അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ മെനിഞ്ചസുമായിട്ടും അതിലുള്ള CSFുമായിട്ടും റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ഡയഗ്നോസ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ലംബാർ പഞ്ചർ ചെയ്യുന്നത്. ഓപ്ഷൻസ് എ ട്യൂബർക്ലോസിസ് മെനിഞ്ചൈറ്റിസ്, ഓപ്ഷൻ ബി മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, ഓപ്ഷൻ സി സബർക്നോയിഡ് ഹെമറ്റോമ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. ഈ എല്ലാ കണ്ടീഷൻസിനും നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ലംബാർ പഞ്ചർ ഉപയോഗിക്കാറുണ്ട്. ട്യൂബർക്ലോസിസ് ആണെങ്കിൽ എന്താണ്? ട്യൂബർക്ലോസിസ് മെനിഞ്ചൈറ്റിസ് ആണെങ്കിൽ സെർബ്രോസ്പൈനൽ ഫ്ലൂയിഡ് പ്രോട്ടീൻ ലെവൽ എവിടെ കൂടി നിൽക്കും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അതായത് ഒരു പേഷ്യൻറ്റിന് മെനിഞ്ചൈറ്റിസ് ഉണ്ട് അല്ലെങ്കിൽ അതിൽ പ്രോട്ടീൻ്റെ ലെവൽ എങ്ങനെയായിരിക്കുമെന്ന് ചോദിച്ചാൽ there will be increased level of protein in the cerebrospinal fluid in meningitis, especially tuberculosis meningitis. Next, presence of oligoclonal immunoglobulin antibodies bands in the CSF. CSFിൽ oligoclonal immunoglobulin antibodies ഉണ്ടെങ്കിൽ അതെന്തായിരിക്കണം? ഇറ്റ്സ് എ സിംഗിൾ മോസ്റ്റ് യൂസ്ഫുൾ ലബോറട്ടറി മാർക്കർ ടു ഡയഗ്നോസ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് MS. മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ഡയഗ്നോസ് ചെയ്യാനുള്ള സിംഗിൾ ടെസ്റ്റ് മോസ്റ്റ് യൂസ്ഫുൾ ആയിട്ടുള്ള ലബോറട്ടറി മാർക്കറാണ് പ്രസൻസ് ഓഫ് ഒലിഗോക്ലോണൽ ഇമ്യൂണോഗ്ലോബുലിൻ ഇൻ CSF എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സബറക്നോയിഡ് ഹെമറ്റോമ ക്യാൻ ബി ഡിറ്റക്റ്റഡ് വിത്ത് CSF സാമ്പിൾ ആൻറ്റിസിപ്പേറ്റഡ് വിത്ത് ബ്ലഡ്. സബറക്നോയിഡ് ഹെമറേജ് അല്ലെങ്കിൽ SAH അത് നമുക്ക് എന്ത് ചെയ്യാം? ബ്ലഡിൽ CSFനകത്ത് ഉണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റിംഗ് subarachnoid hemorrhages. So all three options are correct. So all of the above is the correct option. Next, 19th question. You are posted in burn unit and assigned to provide care to a newly admitted 13 years old patient and total body area surface area burn is 30%. Body weight is 20 kg. While administering the initial fluid, the nurse will set flow rate of infusion at how many ml per hour. നോക്കുക, ഇവിടെ 13 വയസ്സുള്ള കുട്ടി, 13 വയസ്സിനേക്കാളും നമുക്കവിടെ പ്രാധാന്യം കുഞ്ഞിൻ്റെ ബോഡി വെയിറ്റ് ആണ്. 20 കിലോ മാത്രമാണ് വെയിറ്റ് ഉള്ളത്. 30% ബോഡി വെയിറ്റ് അവിടെ ബോഡി സർഫസ് ഏരിയ ബേൺഡ് ആയിട്ടുണ്ട് എങ്കിൽ എത്ര ഫ്ലൂയിഡ് റേറ്റ് നമ്മൾ പെർ അവർ എത്ര ഫ്ലൂയിഡ് അവിടെ റീപ്ലേസ് ചെയ്യണം? ബേൺസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാനേജ്മെൻ്റ് ആണ് അവിടെ ഫ്ലൂയിഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി 150 ml per hour ആണ്. ഇതിൻ്റെ ഫ്ലൂയിഡ് കാൽക്കുലേഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ചെയ്ത് നോക്കുക, ഇല്ല എങ്കിൽ ഇവിടെ നോക്കുക. ഹിയർ ഞാൻ ആ സിറ്റുവേഷൻ കറക്റ്റായിട്ട് ഈ ഒരു എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ ദ ഗിവൺ സിനാരിയോ വി ഓൾറെഡി ഹാവ് ടോട്ടൽ ബോഡി സർഫസ് ഏരിയ 30% എന്ന് കൊടുത്തിട്ടുണ്ട്. ബോഡി വെയിറ്റ് 20 kg എന്ന് കൊടുത്തിട്ടുണ്ട്. വി നീഡ് ടു ഐഡൻറ്റിഫൈ ടോട്ടൽ എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് നീഡ് ടു അഡ്മിനിസ്റ്റർ ഇൻ 24 hours. അതായത് ഒരു ദിവസം 24 hours എത്ര ഫ്ലൂയിഡ് അഡ്മിനിസ്റ്റർ ചെയ്യണമെന്നുള്ളതാണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിനുള്ള ഫോർമുല എന്താണ്? 4 ml per kg ഇൻറ്റു TBSA percentage ഇൻറ്റു ബോഡി വെയിറ്റ്. ഇവിടെ നോക്കാം, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 4 ഇൻറ്റു kg എത്രയാണ് വെയിറ്റ്? 20 ഇൻറ്റു ടോട്ടൽ ബോഡി സർഫസ് ഏരിയ ബോണ്ട് 30, ബോഡി വെയിറ്റ് 20 ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എത്ര കിട്ടുന്നു? 1800 ഇൻറ്റു ബോഡി വെയിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയാണ് ആ കാൽക്കുലേഷൻ കിട്ടുന്നത്? 2400. 4 2 8 8 3 24. അപ്പോൾ 2400 ml ആണ് ഒരു ദിവസം നമ്മൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ കറക്റ്റ് ആ ഒരു സ്റ്റെപ്പ് മനസ്സിലായല്ലോ. എങ്ങനെയാണ് നമ്മൾ ഫ്ലൂയിഡിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുന്നത്? ഒരു 24 hours എത്രയാണോ ബോഡി സർഫസ് ഏരിയ അതേ ഇൻറ്റു എത്രയാണോ ബോഡി വെയിറ്റ് ഇൻറ്റു 4 ml. 4 ഇൻറ്റു 20 ഇൻറ്റു 30. അങ്ങനെ നമുക്ക് 2400 ml ഒരു ദിവസം അഡ്മിനിസ്റ്റർ ചെയ്യണമെന്ന് മനസ്സിലായി. എന്നിട്ട് അതിൽ ആ ടോട്ടൽ ഫ്ലൂയിഡിൻ്റെ 50% ഫസ്റ്റ് 8 hours നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യണം. ബാക്കി 50% എന്ത് ചെയ്യണം? അടുത്ത 16 hours കൊണ്ട് അഡ്മിനിസ്റ്റർ ചെയ്യണം. അങ്ങനെയാണ് നമ്മുടെ പ്രോട്ടോക്കോൾ. അപ്പോൾ നമുക്കിതിൽ ആദ്യത്തെ 8 hours എന്ത് ചെയ്യണം? 1200 2400ൻ്റെ നേര് പകുതി 1200 നമുക്ക് ആദ്യത്തെ 8 മണിക്കൂറിനുള്ളിൽ അഡ്മിനിസ്റ്റർ ചെയ്യണം. അപ്പോൾ 1200ന് 8 മണിക്കൂർ കൊണ്ട് അഡ്മിനിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞാൽ അവിടെ 1 മണിക്കൂറിന് എത്രയായിരിക്കും? 150 ml per hour ആയിരിക്കും അവിടെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ഇത്രയും മനസ്സിലായോ? ഒന്നുമില്ല, ഇത്ര എക്സ്പ്ലനേഷനോടെ കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അഥവാ ക്ലിയർ ആയില്ലെങ്കിൽ വായിച്ച് പഠിക്കാനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പേഷ്യൻ്റെ ബോഡി സർഫസ് ഏരിയ ബേൺഡ് ആയിട്ടുള്ള 30 ആണ്. പേഷ്യൻ്റെ ബോഡി വെയിറ്റ് 20 ആണ്. 4 ml
per kg നമ്മൾ ഫ്ലൂയിഡ് കൊടുക്കണം വിത്തിൻ 24 hours. സോ കാൽക്കുലേഷൻ 4 × 20 × 30 ടോട്ടലി 24 hours 2400 ഫ്ലൂയിഡ് കൊടുക്കണം. അതിൽ നേര് പകുതി ആദ്യത്തെ 8 മണിക്കൂർ കൊണ്ട് കൊടുക്കണം. അതായത് 1200 നമ്മൾ ആദ്യത്തെ 8 മണിക്കൂർ കൊടുക്കണം. അങ്ങനെയുള്ള 1200 8 മണിക്കൂർ ആണെങ്കിൽ 1 മണിക്കൂർ എത്രയായിരിക്കും? 1200/8 അല്ലേ? അപ്പോൾ 150 ml എന്ന് കിട്ടും. സോ ഫ്ലോ റേറ്റ് എന്ന് പറയുന്ന കറക്റ്റ് ഓപ്ഷൻ എത്രയാണ്? 150 ml/hour. നെക്സ്റ്റ് 20ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് പർപ്പസ് ഡസ് ദ പൈലറ്റ് ബലൂൺ ഓഫ് എൻ എൻഡോട്രക്കിയൽ ഓർ ട്രക്യോസ്റ്റമി ട്യൂബ് യൂസ്ഡ് ഇൻ എയർവേ മാനേജ്? അതായത് ഇവിടെ നോക്കൂ, ഇത് നമ്മുടെ ഒരു എൻഡോട്രക്കൽ ട്യൂബിൻ്റെ സാമ്പിളാണ്, ഫോട്ടോയാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഇങ്ങനെ ഒരു ബലൂൺ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു കഫ് ഉണ്ട്, ഇവിടെ അത് കണക്ട് ചെയ്തൊരു ബലൂൺ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഇൻറ്റുബേറ്റ് ചെയ്യുമ്പോൾ എൻഡോട്രക്കൽ ട്യൂബ് ഉള്ളിലോട്ട് നമ്മുടെ എയർവേയിലോട്ട് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം കറക്റ്റ് പൊസിഷൻ ചെയ്തതിന് ശേഷം ഈ ബലൂൺ നമ്മൾ ഇൻഫ്ലേറ്റ് ചെയ്യും. ഈ ബലൂൺ ഇൻഫ്ലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതുവഴി ഈ കഫ് എന്ത് ചെയ്യും? അവിടെ വീർത്ത് വരും. അങ്ങനെയാവുമ്പോൾ ആ കറക്റ്റ് പൊസിഷനിൽ ആ ഒരു ETT ട്യൂബ് അല്ലെങ്കിൽ എൻഡോട്രക്കൽ ട്യൂബ് അവിടെ കറക്റ്റ് പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ലോജ്മെൻറ്റ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അവിടെ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്? ടു മിനിമൈസ് മ്യൂക്കസൽ ട്രോമ ഡ്യൂറിങ് ഇൻസേർഷൻ, ടു പ്രൊട്ടക്ട് ദ എയർവേ അഗൈൻസ്റ്റ് ആസ്പിറേഷൻ, ടു മോണിറ്റർ കഫ് ഇൻറ്റഗ്രിറ്റി ആൻഡ് പ്രഷർ ആൻഡ് ഓൾ ഓഫ് ദ എബോ. കറക്റ്റ് ഓപ്ഷൻ എന്താണ് വരുന്നത്? ടു മോണിറ്റർ ഇൻറ്റഗ്രിറ്റി ആൻഡ് പ്രഷർ. കറക്റ്റായിട്ട് ആ ഒരു പ്രഷർ കറക്റ്റായിട്ട് അത് പ്ലേസ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു അവിടെ ബലൂൺ അവിടെ ഇൻഫ്ലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. the cuff is designed to provide a seal within the airway. അതായത് കറക്റ്റായിട്ട് ഡിസ്ലോഡ്ജ്മെൻ്റ് ഒന്നും വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മൂവ് ചെയ്യാതെ കറക്റ്റ് ഇൻറ്റഗ്രിറ്റിയും പ്രഷറും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ബലൂണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് മറ്റു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 20 ക്വസ്റ്റ്യൻസ് ആണ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഈ ഒരു പിക്ചർ ബേസ്ഡ് ആയിട്ടും ക്വസ്റ്റ്യൻസ് വരാം. അതിൻ്റെ പാർട്സ് ചോദിക്കാം, അതിൻ്റെ പർപ്പസസ് ചോദിക്കാം, എവിടെയാണ് യൂസ് ചെയ്യുന്നത് ചോദിക്കാം, അതിൻ്റെ പേരുകൾ ചോദിക്കാം. എന്ത് ചോദിച്ചാലും എഴുതാൻ നമ്മൾ പ്രാപ്തരായിരിക്കണം. നമ്മുടെ MCQ 100 ക്വസ്റ്റ്യനിൽ 80 ക്വസ്റ്റ്യനും, പ്രിലിംസിന് 80 ക്വസ്റ്റ്യനും സബ്ജക്ട് റിലേറ്റഡും, മെയിൻസിന് 160 ക്വസ്റ്റ്യനും സബ്ജക്ട് റിലേറ്റഡ് ആണ്. ടോട്ടലി എല്ലാ ക്വസ്റ്റ്യൻസും സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. അതിൽ വീഡിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഞാൻ ഈ പറയുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകൾ മനസ്സിൽ ഓർക്കുക. ആ ടോപ്പിക്കുകൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് പഠിക്കുക. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് യൂസ്ഫുൾ ആണെന്ന് തോന്നുമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും, നിങ്ങളുടെ കൂട്ടുകാരൊക്കെ നോർസെറ്റിനും മറ്റ് ഗവൺമെൻറ് എക്സാം ഏത് നഴ്സിംഗ് എക്സാംസും അതൊരു MSc എൻട്രൻസോ APNO നഴ്സിംഗ് ട്യൂട്ടറോ നോർസെറ്റോ DHSO ഏത് തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നഴ്സസ് ആയാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ ക്ലാസ്സസ് എല്ലാം കാണാം. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി യൂസ്ഫുൾ. ഓക്കെ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.